ദുഹ സമയം സാക്ഷിയാണ്. വല്ലൈലി ഇദാ സജ, ഇരുട്ട് മൂടിയ രാത്രിയും സാക്ഷിയാണ്. രാവും പകലും സാക്ഷിയാണെന്ന് പറഞ്ഞുകൊണ്ട് ദുഹ എന്ന് പറയുന്നത് ഏകദേശം പ്രഭാതം കഴിഞ്ഞ്, പ്രഭാതമുദിച്ച് ഒരല്പസമയം കഴിഞ്ഞ് തുടങ്ങി ഉച്ചവരെ നീണ്ടു നിൽക്കുന്ന സമയമാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ഒരു സമയം മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദുഹാ നിസ്കാരത്തിന്റെ പ്രാധാന്യം കാണിക്കാൻ വേണ്ടിയും മറ്റുമൊക്കെ അത് എടുത്തു പറഞ്ഞപ്പോഴും റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു, പകൽ സമയം മുഴുവനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പകലും രാത്രിയും സാക്ഷിയാണ് എന്ന് പറഞ്ഞതിന് തുല്യമാണ് വദ്ദുഹ വല്ലൈലി ഇദാ സജ എന്ന് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ സത്യവാചകത്തിന് തന്നെ ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട്. അതിൽ മാത്രം അവസാനിക്കുന്നില്ല. ഈ വദ്ദുഹ വല്ലൈലി ഇദാ സജ എന്ന് പറഞ്ഞതിന് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ നൽകിയ അർത്ഥതലങ്ങൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. ഒരുപാട് അർത്ഥതലങ്ങൾ പറയുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ശേഷം പറയുന്ന വിഷയവുമായിട്ട് വല്ലാതെ ബന്ധപ്പെട്ട് കിടക്കുന്ന ചില അർത്ഥങ്ങൾ. വദ്ദുഹ എന്ന് പറഞ്ഞാൽ നേരെ അതിന്റെ അർത്ഥം ശോഭ എന്നാണ് ദുഹയുടെ അർത്ഥം. ശോഭ എന്നാണ് ദുഹയുടെ അർത്ഥം. അപ്പോ വദ്ദുഹ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട പണ്ഡിത ലോകം അഭിപ്രായപ്പെടുന്നത് മുത്തുനബിയുടെ പൂമുഖം ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ശോഭിക്കുന്ന അങ്ങയുടെ മുഖം, ശോഭിക്കുന്ന അങ്ങയുടെ മുഖം സാക്ഷിയാണ്. വല്ലൈലി ഇദാ സജ, ഇരുട്ട് മൂടിയാൽ ഉണ്ടാകുന്ന രാത്രി സാക്ഷി എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കറുത്ത മുടികൾ സാക്ഷിയാണ് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം. മുത്തുനബിയുടെ പൂമുഖവും മുത്തുനബിയുടെ മുടിയും തിരുമുടിയും കേശവും സാക്ഷിയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവയവങ്ങളെ കൊണ്ടും വയസ്സ് കൊണ്ടും ഒക്കെ വിശുദ്ധ ഖുർആൻ സാക്ഷി സത്യം ചെയ്തിട്ടുണ്ട്. അത് വേറെ പറയേണ്ട ഒരു സംഗതിയാണ്. എല്ലാം കൊണ്ടും സത്യം ചെയ്തിട്ടുണ്ട് എന്നാ മഹാന്മാർ പറഞ്ഞത്. വിവിധ ആയത്തുകൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഞാനിപ്പോ അതിലേക്കൊന്നും വരുന്നില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ വിശാലമായൊരു ചർച്ചക്കുള്ള സമയം നമുക്കില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭൂമുഖം സാക്ഷിയാണ്, അവിടത്തെ തിരുകേശം സാക്ഷിയാണ്. മാ വദ്ദഅക റബ്ബുക വമാ ഖല, നബിയെ തങ്ങളുടെ രക്ഷിതാവ് തങ്ങളെ കൈയൊഴിച്ചിട്ടില്ല. രാവും പകലും സാക്ഷിയാക്കിയിട്ട് പറയുന്നതിനേക്കാൾ ഏറെ ഫിറ്റാകുന്നത് ഈ വിഷയത്തോട് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞതുപോലെ ഇതാണ്. കാരണം നബിയെ തങ്ങളെ റബ്ബ് കൈയൊഴിച്ചിട്ടില്ലട്ടോ എന്നതിന് തെളിവായിട്ടാണ് ഈ പറയുന്നത്. തങ്ങളെ റബ്ബ് കൈയൊഴിച്ചിട്ടില്ല. രാവും പകലും സാക്ഷിയാണെന്ന് പറയുമ്പോഴും വിഷയത്തോട് പൊരുത്തമുണ്ട്. കാരണം അധിക മുഫസ്സിറുകളും പറഞ്ഞ അർത്ഥം അതാണ്. എന്ന് പറഞ്ഞാൽ രാത്രിയോ പകലോ ഏതെങ്കിലും ഒരു നിമിഷം തങ്ങളെ കൈയൊഴിച്ചത് കാലത്തിനറിയില്ല. കാലത്തിന് അങ്ങനെയൊന്നും അറിയില്ല. എന്താ അതിന് കാരണം എന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബി എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് നിസ്കരിക്കുമായിരുന്നു. ഇതിങ്ങനെ കാണുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങേയറ്റം വെറുപ്പുണ്ടായിരുന്ന മുത്തുനബിയുടെ ദഅവത്തിന്റെ മാർഗത്തിൽ മുള്ളു വിതച്ച് നടന്നിരുന്ന ഉമ്മു ജമീൽ ലഅനത്തുല്ലാഹി അലൈഹ. ആരാള്? അബൂലഹബിന്റെ ഭാര്യ. അറിയാലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യന്റെ ഭാര്യയാണ്, മൂത്തമ്മയാണ്.
ഈ അബൂലഹബിന്റെ ഭാര്യ മൂത്തമ്മയാണ് സത്യത്തില് റസൂലുള്ളാഹി തങ്ങളെ വല്ലാതെ ശല്യം ചെയ്തിരുന്നത്. സൂറത്തുൽ മസദിൽ അള്ളാഹുന്നുണ്ട്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു. അബൂലഹബ് നരകത്തിൽ കടക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹ് പറഞ്ഞു വംറഅതുഹു, അവന്റെ കെട്ടിയോളും കടക്കുന്നു. ആ കെട്ടിയോളാണ് ഈ ഉമ്മു ജമീൽ. അങ്ങനെ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്നും നേരത്തെ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന മുത്തുനബി അന്ന് അല്പം ഒന്ന് ഉറങ്ങിപ്പോയി. ആരും നിർബന്ധാക്കുന്നതിന് മുമ്പുള്ള കഥകളാണ് ഈ പറയുന്നത്. മുത്തുനബിയുടെ ഹക്കില് നേരത്തെ മുത്തുനബി നിസ്കരിച്ചുകൊണ്ടിരുന്നു. അപ്പോ ഒരു ദിവസം ഒന്നങ്ങോട്ട് ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റിട്ടുള്ള ആ നിസ്കാരം നിർവഹിക്കാത്തത് കണ്ടപ്പം, തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കാത്തത് കണ്ടപ്പോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ മൂത്തമ്മ വന്നിട്ട് ഒന്ന് വെറുതെ റസൂലുള്ളാഹിനെ ഒന്ന് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി സംസാരിച്ചു. എന്താണത്? മാ അറാ റബ്ബക ഇല്ലാ ഖദ് വദ്ദഅക യാ മുഹമ്മദ്. മുഹമ്മദേ, നിന്റെ റബ്ബ് നിന്നെ കൈയൊഴിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഏതായാലും നിന്റെ സോക്കേടൊക്കെ സുഖമായിട്ടുണ്ട്. ഇപ്പൊ നിനക്ക് ആ വേണ്ടാത്ത പരിപാടിയൊന്നും കാണുന്നില്ല, കുറച്ചു ദിവസമായിട്ട് എന്നുള്ള നിലക്ക് സംസാരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട സയ്യിദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഷമിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ അവതരണ പശ്ചാത്തലങ്ങളായി മഹാന്മാര് രേഖപ്പെടുത്തിയത് കാണാം. അതുപോലെ തന്നെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം, അതിന്റെ അടിസ്ഥാന കാരണം ഉണ്ടായിരുന്നു. അങ്ങനെ രാത്രി എഴുന്നേൽക്കാതിരിക്കാനുള്ള കാരണം മുത്തുനബിക്ക് ഒരു ടെൻഷൻ വന്ന് കിടക്കുകയാണ്. എന്താ ടെൻഷന് കാരണം? ഒരു മാനസിക വിഷമം. അതിന് കാരണം വഹി ഒന്ന് നിലച്ചുപോയി. എപ്പോഴും അല്ലാഹുവിൽ നിന്ന് വിവരം കിട്ടിക്കൊണ്ടിരിക്കുന്ന തന്റെ മെഹബൂബുമായി എപ്പോഴും ഇത്തിസ്വാൽ, ആ ബന്ധം അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഹബീബിന് ആ ബന്ധം അങ്ങോട്ട് മുറിഞ്ഞപ്പോ, കട്ടായപ്പോ റസൂലുള്ളാഹിക്ക് എപ്പോഴും മനസ്സിൽ വിഷമായി. ഒരു 15 ദിവസത്തേക്കൊന്ന് കട്ടായിരുന്നു. ഇടക്കിടക്ക് വഹി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ 15 ദിവസത്തേക്കൊന്ന് കട്ടായി. എന്തായിരുന്നു അതിന്റെ കാരണം? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നിരുന്ന, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിച്ചിരുന്ന കട്ടിലിന്റെ ചുവട്ടിൽ എവിടെന്നോ ഒരു പട്ടിക്കുട്ടി നുഴഞ്ഞു കയറിയിട്ട് അതിന്റെ ചുവട്ടിൽ കിടന്നിട്ടുണ്ടായിരുന്നു. ഈ പട്ടിയുള്ള വീട്ടിലേക്ക് മലക്കുകൾ വരൂല എന്നാണ്. അപ്പൊ ഇത് കണ്ടിട്ടില്ല, കട്ടിലിന്റെ ചുവട്ടിലാവില്ല. അങ്ങനെ ഇത് പിന്നീട് ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അന്വേഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പരതി നോക്കുമ്പോൾ കട്ടിലിന്റെ ചുവട്ടിൽ ഇതിനെ കണ്ടു, പിടിച്ച് പുറത്താക്കി. അതോടുകൂടെ വഹി വരികയും ചെയ്തു. അങ്ങനെയുള്ള ഒരു സംഭവം ഇതിന്റെ പിറകിലുണ്ട്. അപ്പൊ ഇത്രയും സമയത്ത് നബിതങ്ങൾക്ക് അല്ലാഹുവായിട്ടുള്ള ഈ ബന്ധം മുറിഞ്ഞു പോയപ്പോ ഒരു ചെറിയ വിഷമം ഉണ്ടായി. ആ വിഷമം സ്വാഭാവികമാണ്, അല്ലെ? എന്നും വിളിക്കുന്ന ഭർത്താവ് ഒന്ന് വിളിക്കാൻ ഞാൻ ഭാര്യ ടെൻഷൻ അടിക്കും, സ്വാഭാവികമാണ്. മുത്തുനബിക്ക് അള്ളാഹുവിനേക്കാൾ വലിയൊരു മെഹബൂബില്ല. എന്നും ഫോൺ കോള് വരുന്ന മകന്റെ ഫോൺ കോള് വന്നില്ലെങ്കിൽ ഉമ്മ ഭക്ഷണം കഴിക്കൂല. ഇത് മഹബത്തിന്റെ ഒരു ലക്ഷണമാണ്. അപ്പൊ എന്നതുപോലെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വിഷമിച്ചു. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞതാണ്. ആ പശ്ചാത്തലം പഠിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്, നമ്മളെ വിഷയം അതല്ല. ഇത് വെച്ചിട്ട് മറ്റുള്ളവർ മുതലെടുത്തു, റസൂലുള്ളാഹിനെ വിഷമിപ്പിച്ചു. ഇപ്പൊ അള്ളാഹ് നിന്നെ കൈയൊഴിച്ച മട്ടാണ്, ഇപ്പൊ നിന്റെ സോക്കേട് സുഖമായിട്ടുണ്ട്, റബ്ബിൽ നിന്ന് മെസ്സേജ് കിട്ടുന്നു, സന്ദേശം കിട്ടുന്നു എന്നൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ പറയാറുണ്ട്. ഇപ്പൊ അതൊക്കെ നിന്നല്ലോ, ഏതായാലും സുഖമായി തുടങ്ങിയിട്ടുണ്ട് എന്ന് ഇവർ പറഞ്ഞു. ഇത് മാനസികമായിട്ട് വല്ലാതെ ക്ഷീണിച്ചു പോകുന്ന ഒരു സംഗതിയാണ്. എന്നാൽ എല്ലാവരും പറഞ്ഞോട്ടെ, അതൊക്കെ സഹിക്കാം, എല്ലാവരും പറഞ്ഞതൊക്കെ സഹിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതകാലത്ത് തീരെ കൈയൊഴിക്കാത്തൊരു മനുഷ്യനും അള്ളാഹുവിന്റെ ഹബീബിനെ എല്ലാ സമയത്തും തന്നെ സഹായിച്ചും സഹകരിച്ചും ഒപ്പം നിന്ന, തണലുപോലെ ഒപ്പം നിന്ന ഒരു വല്ലാത്ത മനുഷ്യൻ, അതാണ് ബീവി ഖദീജുമ്മ റളിയല്ലാഹു അൻഹ. ആ ഖദീജുമ്മ റളിയല്ലാഹു അൻഹ ഇവരൊക്കെ ഇങ്ങനെ കളിയാക്കി ഇങ്ങനെ പറഞ്ഞപ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, എന്ത് നബിയെ, തങ്ങൾക്ക് വിഷമാകുന്നു വഹി വരാത്തത് കൊണ്ട്, ശത്രുക്കളൊക്കെ പരിഹസിക്കുകയും ചെയ്യുന്നു, എന്തോ അള്ളാഹുവിന് വെറുപ്പുള്ള വല്ലതും നമ്മുടെ അടുത്തുനിന്ന് സംഭവിച്ചു പോയോ ഖദീജ ബീവിയെ റളിയല്ലാഹു അൻഹ. റബ്ബിന് എന്തോ ഒരു വിഷമം കുടുങ്ങിയതുപോലെ ഉണ്ട്. അതങ്ങ് കേട്ടതോടുകൂടെ ആകെ സമാധാനിപ്പിക്കാനുള്ള വ്യക്തി ഖദീജ ബീവിയാ. ആ ഖദീജ ബീവി ഇങ്ങനെ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലിന് വല്ലാത്ത വിഷമായി. അപ്പോഴാണ് ആയത്തിറക്കിയത്, വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നബിയേ, രാവും പകലും സാക്ഷിയാണ്, അല്ലെങ്കിൽ അങ്ങയുടെ വെളുത്ത പൂമുഖവും കറുത്ത തിരുകേശവും സാക്ഷിയാണ്. ഇല്ല നബിയേ, മാ വദ്ദഅക റബ്ബുക, അങ്ങയുടെ രക്ഷിതാവ്. എന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങയുടെ രക്ഷിതാവ് അങ്ങയെ കൈയൊഴിച്ചിട്ടില്ല, പാഴാക്കി കളഞ്ഞിട്ടില്ല, കൈയൊഴിച്ചിട്ടില്ല. വമാ ഖലാ, അങ്ങയോട് കോപിക്കുകയും ചെയ്തിട്ടില്ല തങ്ങളെ. റബ്ബൊരു നിമിഷം പോലും തങ്ങളോട് കോപിക്കും ചെയ്തിട്ടില്ല, തങ്ങളെ കൈയൊഴിക്കും ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് എളുപ്പമുണ്ടായിരുന്നു പഠിച്ചോന്. അതാ ഞാൻ പറയാൻ പോകുന്നത്. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. മൊത്തം അർത്ഥം ഒന്ന് പറഞ്ഞിട്ട് പിന്നെ ആ വിഷയം തഫ്സീറിലേക്ക് വരാം. അപ്പോഴേ അതിനൊരു ഭംഗി കിട്ടുള്ളൂ. വലല്ലാഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ. ഒരു നിമിഷം പോലും കൈയൊഴിച്ചിട്ടില്ല. വലല്ലാഖിറത്തു, നബിയെ തങ്ങൾക്ക് വരാനുള്ള ഓരോ നിമിഷവും, തങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാനുള്ള ഓരോ നിമിഷവും ഖൈറുൽ ലക മിനൽ ഊലാ, കഴിഞ്ഞുപോയ നിമിഷങ്ങളെക്കാൾ തങ്ങൾക്ക് ഖൈറാണ്. എന്താണ് അർത്ഥം? ഇമാം ബൈളാവി കൊടുത്ത അർത്ഥം അതാണ്. വലല്ലാഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ എന്നുള്ളതിന് രണ്ടർത്ഥമുണ്ട്. ഞാൻ എവിടുന്നോ ഒന്ന് പ്രസംഗിച്ചപ്പോ ചിലപ്പോ അങ്ങനെയാണ്, വിഷയത്തെക്കുറിച്ച് അഗാധമായി അറിയാതെ, കാര്യങ്ങളെക്കുറിച്ച് അറിയാതെ ചിലപ്പോ ഏത് ചെയ്യും, ഉപരിപ്ലവകരമായ അറിവ് മാത്രമുള്ളവർ ചിലപ്പോ പ്രതികരിക്കും. ഒരു നവീന ചിന്താഗതിക്കാരനായ മൗലവി പറഞ്ഞു, അപ്പറഞ്ഞ അർത്ഥം തെറ്റാണ്. വലല്ലാഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ എന്ന് പറഞ്ഞാല് നബിയെ തങ്ങൾക്ക് ആഖിറമാണ് ദുന്യാവിനേക്കാൾ ഖൈർ എന്നാണ് അതിന്റെ അർത്ഥം. വലല്ലാഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, ആഖിറം തങ്ങൾക്ക് ദുനിയാവിനേക്കാൾ ഖൈറാണ്. അത് ഒരർത്ഥാണ്. വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിന്റെ ഒരർത്ഥാണത്. നമ്മൾ പറഞ്ഞ അർത്ഥത്തിൽ ആ അർത്ഥം നിഷേധിക്കപ്പെടുന്നില്ല. പറഞ്ഞു തരാം. ഇമാം ബൈളാവി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി, അതുപോലെ തന്നെ തഫ്സീർ റൂഹുൽ ബയാൻ ഇസ്മായിൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ ഇബ്രാഹിമുൽ ബാജൂരി റളിയല്ലാഹു അൻഹു, അവരൊക്കെ പറഞ്ഞ അർത്ഥം അത്. വലൽ ആഖിറത്തു ഖൈറുൽ ലക. അർത്ഥം പറയാറുള്ളത് ഇങ്ങനെയായിരുന്നു, വരും നാളുകൾ നബിയെ തങ്ങൾക്ക് കഴിഞ്ഞുപോയ നാളുകളെക്കാൾ എത്രയോ 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 ഉത്തമമാണ്. ഇബ്രാഹിമുൽ ബാജൂരിയുടേത് ഒന്നും കൂടെ ആ അർത്ഥത്തിലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാല് വരും നാളുകൾ, വരും അവസ്ഥകൾ എന്നാണ് ഇമാം റാസി പറഞ്ഞത്. വലൽ അഹ്വാലുൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ അഹ്വാലിൽ ഊലാ, അങ്ങനെയാ പറഞ്ഞത്. അത് ഏകദേശം ഇബ്രാഹിമുൽ ബാജൂരി പറഞ്ഞതിനോട് തട്ടിക്കും. ഇബ്രാഹിം ബാജൂരി പറഞ്ഞത് അൽ ലഹ്വത്തുൽ ആഖിറ ഖൈറുൽ ലക മിനൽ ലഹ്വത്തിൽ ഊലാ. ഓരോ നിമിഷവും, ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ സംസാരിക്കുന്ന മുത്തുനബി അല്ല, ഇപ്പൊ സംസാരിക്കുന്ന മുത്തുനബി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് സൂചി ഒന്നങ്ങ് ചാടിയാൽ മുത്തുനബി അത്രയും ഉയരത്തിലേക്കാണ്ട് ചാടും. അതാണ് ഇബ്രാഹിമുൽ ബാജൂരി പറഞ്ഞത്. ഇതൊക്കെ മൂമിനങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂ. എന്തേ കാരണം? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലോകത്തെവിടെയാണെങ്കിലും, കടലിലോ കരയിലോ എവിടെയാവട്ടെ, ലോകത്തെവിടെയെങ്കിലും ഒരു നന്മ പ്രവർത്തിക്കപ്പെട്ടാൽ, ബുഖാരിയുടെ ഹദീസല്ലേ, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ശൈ. ലോകത്തിന് സന്മാർഗം കാണിച്ചു കൊടുത്ത ആള് ആ സന്മാർഗം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തോളം അയാൾക്ക് കൂലി കിട്ടുന്നതാണ്. ആ വ്യക്തിക്ക് കൂലി കിട്ടും. ചെയ്യുന്ന ആളുടെ കൂലി കുറയാതെ കാണിച്ചു കൊടുത്ത ആൾക്ക് കൂലി കിട്ടുന്നതാണ്.
ഇപ്പൊ ഞാൻ പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ എന്തോ നന്മ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കൂലി, അതിന് തക്കതായ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അതോടൊപ്പം നിങ്ങൾക്കൊട്ടും ചുരുങ്ങാൻ അതുപോലെ ഒരു പ്രതിഫലം അള്ളാഹു എനിക്കും തരും. അതുപോലെ ഒരു പ്രതിഫലം അള്ളാഹു എനിക്കും തരും. ദഅവത്തിന്റെ ഫീൽഡിൽ കിട്ടുന്ന വലിയ ലാഭം അതാണ്. വലിയ ലാഭം അതാണ്. നമ്മുടെ വാക്കുകൾ കേട്ടിട്ട് നന്നാകുന്ന മനുഷ്യന്മാരുടെ അമലുകൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അത് വെറുതെ കിട്ടുന്നതാണ്, കിട്ടുമെന്നത് ഉറപ്പാണ് എല്ലാവർക്കും. നിങ്ങൾ ഭക്ഷണം കൊടുത്ത ഒരു മുത്താലിം അല്ലെ, ഞാൻ നിങ്ങളോട് വാഴ്ന്നു പറയുമ്പോ അതേ ഞാൻ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് വാഴ്ന്നു പറയുമ്പോ അതിന്റെ ഗുണം കിട്ടുമ്പോ നിങ്ങളുടേത് എനിക്ക് കിട്ടും പോലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് ഭക്ഷണം തന്ന പാവം വീട്ടുകാർ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് പാവപ്പെട്ട വീട്ടുകാർ അല്ലെ. അവർക്കൊക്കെ ആ ഉമ്മമാർക്കും ബാപ്പമാർക്കും ഒക്കെ അവരുടെ ഖബറിലേക്ക് ഈ പറയുന്നതിന്റെ ഒക്കെ മിസ്ലി സവാബ് ഇങ്ങനെ കിട്ടുക. കാരണം എന്താ? എനിക്കിത് പറയാനുള്ള ശക്തി തന്നത് അന്ന് അവരുടെ കഞ്ഞിൻ ചോറുമാണ്. അപ്പൊ അവർക്ക് ഇങ്ങനെ കിട്ടുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത ഒരു പരമ്പരയാണ് സത്യത്തിൽ. ഇത് നമുക്ക് ഒരാൾക്കും കണക്കാക്കാൻ പറ്റാത്ത സംഗതിയാണ്. നല്ല ഇഖ്ലാസ് വേണമെന്ന് മാത്രം. എന്നാലും ഒരിക്കലും ഇത് സൂറത്ത് യാസീനിന്റെ തഫ്സീറിലുണ്ട്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആഥാറഹും. മനുഷ്യരുടെ ലിസ്റ്റിൽ വനക്തുബു, നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നത് മാ ഖദ്ദമു, അവർ ചെയ്തതും വആഥാറഹും, അവരുടെ കർമ്മങ്ങളുടെ അനന്തര കർമ്മങ്ങളും അവർക്ക് എഴുതുന്നു. അവരുടെ കർമ്മങ്ങളുടെ അനന്തര കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കാരണമായിട്ട് ചെയ്യപ്പെട്ട പ്രവർത്തികളൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പൊ അങ്ങനെ വരുമ്പോ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇത് കിട്ടേണ്ടത് ആർക്കാ? സയ്യിദുനാ റസൂലുള്ളാഹിക്ക്. അപ്പോൾ ചിന്തിക്കൂ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലോകത്തെവിടെ ഒരു നന്മ, ഒരാള് ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞ, ഒരു അൽഹംദുലില്ലാ പറഞ്ഞാൽ, ഒരു അല്ലാഹു അക്ബർ പറഞ്ഞാൽ, നിസ്കരിച്ച, നോമ്പ് നോറ്റാൽ, ഖുർആൻ ഓതിയാൽ, സ്വതക്ക ചെയ്താൽ, അതൊക്കെ റസൂലുള്ളാഹിക്ക് കൂലി ഇങ്ങനെ കൂടല്ലേ? അപ്പൊ റസൂലുള്ളാഹി തങ്ങളുടെ വളർച്ച ഇങ്ങനെ കൂടല്ലേ? അപ്പൊ ഒരു സെക്കൻഡിൽ എത്ര ഇബാദത്തുകൾ അവിടെ നടക്കുന്നത്, എത്ര കോടികളാണ് ഇബാദത്തുകൾ ചെയ്യുന്നത്. അതാണ് ഇബ്രാഹിമുൽ ബാജൂരി തങ്ങളാ പറഞ്ഞത്. അതുപോലെ തന്നെ ഇമാം ഫഖ്റുദ്ദീൻ റാസി പറഞ്ഞത്, ഇസ്മാഈലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഇതൊന്നും കാണാതെ, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പഠിക്കാതെ ആരോ എഴുതി വെച്ച മലയാള തഫ്സീറുകൾ മാത്രം നോക്കിയിട്ട് അതിന് തഫ്സീർ എന്ന് പറയാൻ തന്നെ പറ്റൂല. പരിമിതമായ ആ വാക്കുകളെ തഫ്സീർ തന്നെ വിളിക്കാൻ പറ്റൂല. അതാണ് ഖുർആൻ പരിഭാഷ. അതൊരിക്കലും ആരോഗ്യകരമല്ല എന്ന് പണ്ഡിതന്മാർ പറയാൻ കാരണം, കുടുങ്ങിയ ഘട്ടത്തിൽ നമ്മളും ചെയ്യാറുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പിടിച്ചു നിൽക്കാൻ വേണ്ടി ചിലപ്പോൾ ചെയ്യേണ്ടി വരും, ഉള്ളതിൽ മെച്ചപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷേ സംഭവം ഒരിക്കലും ഖുർആൻ വിശദീകരിച്ച് അവസാനിപ്പിക്കാൻ പറ്റിയതല്ല. നേരെ അർത്ഥം എന്തായാലും പറഞ്ഞു പഠിപ്പിച്ചുകൂടാ. കാരണം വിശദീകരണം അല്ലാത്ത രൂപത്തിൽ അർത്ഥം മാത്രം പഠിപ്പിച്ചെവിടെ എത്തൂല. വലൽആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. പിന്നെ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, പടച്ചോനെ മുഹമ്മദ് നബിക്ക് നീ കൂടുതൽ ഉയരങ്ങളും വളർച്ചകളും അനുഗ്രഹങ്ങളും ചൊരിയണേ. ഒരു സെക്കൻഡിൽ എത്ര ആളാ സ്വലാത്ത് എഴുതണം? ആലോചിച്ച് നോക്ക്. ഇതൊക്കെ പഠിച്ചോൻ സ്വീകരിക്കണ്ടേ? സ്വലാത്തില്ല, സ്വീകരിക്കുന്ന ഉറപ്പുവാണല്ലോ, തട്ടപ്പെടാത്ത അമലല്ലേ. അപ്പൊ മുത്തുനബി അതിനനുസരിച്ച് വളരണ്ടേ. ഇവിടെയാ പറഞ്ഞത്, നബിയെ അതുകൊണ്ട് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം പോലും റബ്ബ് തങ്ങളെ കൈയൊഴിച്ചിട്ടില്ല. അല്ലെങ്കിലും തങ്ങളെ കാര്യത്തിൽ ഒരു പൊതു നിയമമുണ്ട്, വലൽആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. വരും നാളുകൾ, വരും നിമിഷങ്ങൾ കഴിഞ്ഞു പോയതിനേക്കാൾ, ഒന്നാം നിമിഷങ്ങളെക്കാൾ തങ്ങൾക്ക് ഖൈറാണ് തങ്ങളെ. അങ്ങനെ മുത്തുനബി ഉയർന്നു വളർന്ന് അവസാനം മുത്തുനബിക്ക് ഒരു ലാസ്റ്റ് ഡേ വരാനുണ്ട്, ഏറ്റവും അവസാന ഡേ വരാനുണ്ട്. ഏതാണ് ആ അവസാന നാള്? അതാണ് അൽ യൗമുൽ ആഖിർ. അത് ഏറ്റവും അവസാനത്തെ നിമിഷങ്ങളും ദിവസവുമാണെങ്കിൽ ആ ദിവസമായിരിക്കും ഏറ്റവും ഖൈറായത്. നമ്മൾ നേരത്തെ പറഞ്ഞ അർത്ഥം ഇതിൽ തന്നെ അങ്ങ് വരികയാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ് ആഖിറം ദുന്യാവിനേക്കാൾ ഖൈറാണെന്ന് പറഞ്ഞ അർത്ഥം എന്തായാലും ഇതിൽ വരുന്നു. കാരണം ഇപ്പോഴൊക്കെ നിബിധങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്, നിബിധങ്ങളുടെ മഹത്വം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാന നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതെ
ഉയരങ്ങളിൽ നിന്ന് വീണ്ടും ഉയരാൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയരാൻ തുടങ്ങുന്നത് നമുക്കൊന്നും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരത്തിൽ നിന്നാണ് ഉയരാൻ തുടങ്ങുന്നത്. പിന്നെയും ഉയരാൻ, അങ്ങനെ ഉയർന്ന് അവസാനം അൽ യൗമുൽ ആഖിർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വബഅസുഹു മഖാമൻ മഹ്മൂദ എന്ന് പറയുന്ന ആ സ്ഥലത്തങ്ങ് അവരോധിക്കപ്പെടുന്നതോടുകൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ അർത്ഥത്തിലും, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംതൃപ്തനാകുന്നത്. അതുവരെ സംതൃപ്തനാകുന്നില്ല. കേട്ടോളൂ ഇതിന്റെ ബാക്കി. വലല്ലാഹിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ. നബിയെ ഒരു നിമിഷം പോലും റബ്ബ് തങ്ങളെ കൈയൊഴിച്ചിട്ടില്ല. വരും നിമിഷങ്ങൾ, കഴിഞ്ഞുപോയ നിമിഷങ്ങളെക്കാൾ തങ്ങൾക്ക് ഖൈറായിരിക്കും. അപ്പൊ തങ്ങളെ ഞാൻ ഇങ്ങനെ തന്ന് സന്തോഷിപ്പിക്കും. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ. തീർച്ചയായിട്ടും റബ്ബ് നബിയെ ശേഷം തങ്ങൾക്ക് ഇങ്ങനെ തന്ന് ഫതർദാ, തങ്ങൾക്ക് ഇഷ്ടാവും. തങ്ങൾക്ക് റബ്ബ് തന്ന് തങ്ങൾക്ക് ഇഷ്ടാവും എന്ന് പറഞ്ഞാല് മലയാളത്തിൽ നമുക്കൊരു പ്രയോഗമുണ്ട്, പൂതി തീരോളും തരും അനക്ക് ഞാൻ എന്നല്ലേ പറയാറുണ്ട്. അതാണ് ആ പറഞ്ഞത്. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ. മലയാളത്തിൽ ആ പ്രയോഗം പറഞ്ഞെങ്കിലേ തിരിയുള്ളൂ. അറബിയിൽ അങ്ങനെയാ പറയാം. നിങ്ങൾക്ക് ഈ റിള വരുന്നത് വരെ പൂതി തീരോളും അങ്ങ് തരും. തന്ന് പൂതി തീരോ. ആ പൂതി തീരൽ എന്നാന്നറിയോ? പൂതി തീരുന്ന തരൽ എന്നാന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പടച്ചോൻ എനിക്ക് അങ്ങനെ തന്നുകൊണ്ടിരിക്കും. അല്ലാഹു തആല എനിക്ക് തന്നുകൊണ്ടിരിക്കും തോറും എന്നെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹു എനിക്ക് അങ്ങനെ തന്നുകൊണ്ടിരിക്കും തോറും ഞാൻ പടച്ചവനോട് പറയും മാ റളീതു. ഓരോ അനുഗ്രഹങ്ങൾ എനിക്കിങ്ങനെ തന്നിട്ട് അല്ലാഹ് എന്നോട് ചോദിച്ചു, അറളീത നബിയെ തങ്ങൾക്ക് ഇഷ്ടായോ എന്നിങ്ങനെ ചോദിക്കും. ഞാൻ പറയും മാ റളീതു, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയും പടച്ചവനോട്, ഞാൻ സംതൃപ്തനല്ല എന്ന് പറയും. എന്നിട്ട് മുത്തുനബി പറയാൻ, എത്രത്തോളം ലാ അർളാ വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. എന്റെ ഒരു ഉമ്മത്തി നരകത്തിലുണ്ട് എന്ന് പടച്ചോൻ എന്നോട് പറഞ്ഞാൽ, നരകത്തിന് ആളുകൾ ഇങ്ങനെ കരകയറ്റുന്ന സമയത്ത് ഞാൻ ചോദിക്കും ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരാളും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും മാ റളീതു, എനിക്ക് പൊരുത്തായിട്ടില്ല, അയാളെയും കൂടെ അങ്ങോട്ട് കയറ്റിയെങ്കിലേ എനിക്ക് തൃപ്തിയാവുള്ളൂ. അങ്ങനെ ആ അവസാനത്തെ വ്യക്തിയെയും കൂടെ ഞാൻ നരകത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഹബീബിനെ പറയാതിരിക്കാൻ, ഓർക്കാതിരിക്കാൻ, സ്നേഹിക്കാതിരിക്കാൻ എത്രമാത്രം മുരടിച്ചു പോയി നമ്മുടെ ഈമാൻ. ഈ ഹബീബിനെ സ്നേഹിക്കാനും പറയാതിരിക്കാൻ മാപ്പിളാർക്ക് എന്തു പറ്റിപ്പോയി? ഈ ഹബീബിനെ സ്നേഹിക്കാനും ഈ ഹബീബിന്റെ പേരിൽ സന്തോഷിക്കാനും കഴിയാത്തവനെ മാപ്പിള എന്ന് വിളിക്കണമെങ്കിൽ എത്ര പ്രയാസമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഹബീബിനോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരാം. ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, വഫാത്തിന്റെ 3 ദിവസം മുമ്പ്, ഹബീബിന്റെ വഫാത്തിന്റെ 3 ദിവസം മുമ്പ് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് അതാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. എന്നിട്ട് ജിബ്രീൽ പറയാം, കേട്ടോളൂ, ഇത് വല്ലാത്തൊരു സംഭവമാണ്. യാ മുഹമ്മദു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയെ, ഇന്നല്ലാഹ തആല അർസലനി ഇലൈക ലിയസ്അലക അമ്മാ ഹുവ അഅലമു ബിഹി മിൻക. അല്ലാഹു എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചത് എന്തിനാണെന്നറിയോ? തങ്ങളോടൊരു കാര്യം അന്വേഷിക്കാൻ വേണ്ടിയാണ് പടച്ചോൻ എന്നെ വിട്ടത്. ജിബ്രീൽ വന്ന് പറയാണ്, ആ കാര്യം അമ്മാ ഹുവ അഅലമു ബിഹി മിൻക, എന്നോട് അന്വേഷിക്കാൻ പറഞ്ഞ വിഷയം, തങ്ങളോടൊരു കാര്യം അന്വേഷിച്ച് അറിഞ്ഞു വരാൻ പറഞ്ഞതാ. പക്ഷെ അത് തങ്ങൾക്കറിയുന്നതിനേക്കാൾ പടച്ചോൻ അറിയാം. നിങ്ങളെ അവസ്ഥോന് നിങ്ങളെക്കാളേറെ അറിയാലോ. എന്നിട്ട് അല്ലാഹു തആല എന്നോട് ചോദിക്കാൻ പറഞ്ഞു വിട്ടിരിക്കുകയാണ്, കൈഫ അസ്ബഹത വ കൈഫ തജിദുക. ഇന്ന് നേരം വെളുക്കുമ്പോ അങ്ങയുടെ സുഖവിവരങ്ങൾ എന്തൊക്കെയാണ്, അങ്ങേക്ക് സുഖം തന്നെയല്ലേ എന്ന് പടച്ചോനൊന്ന് ചോദിക്കാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ചതാണ്. പക്ഷെ അത് തങ്ങളെ അവസ്ഥ, ആരോഗ്യാവസ്ഥ തങ്ങൾക്ക് അറിയുന്നതിനേക്കാൾ എനിക്ക് അള്ളാഹ്ക്ക് അറിയാം. എന്നാലും എന്നെ ഏൽപ്പിച്ചതുകൊണ്ട് ഞാൻ വന്നതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഇത് വഫാത്തിന്റെ 3 ദിവസം മുമ്പാ, ആരോഗ്യനില വഷളായിക്കൊണ്ടിരിക്കുക. അപ്പൊ ചോദിച്ചു, കൈജിദുക്ക്, എങ്ങനെയാണ് തങ്ങളുടെ ആരോഗ്യനിലയെ തങ്ങൾ ഇപ്പം കാണുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്ബഹ്തുൽ യൗമ വജിഅൻ, ഇന്ന് അല്പം വിഷമങ്ങളുണ്ട്, ചെറിയ വേദനകളൊക്കെ ഉണ്ട്. ഇന്ന് നേരം വെളുക്കുമ്പോ ചെറിയ ക്ഷീണമൊക്കെ തോന്നുന്നുണ്ട്.
എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം പോയി. മൂന്നാമത്തെ ദിവസം വീണ്ടും വന്നിട്ട് ചോദിച്ചു, യാ മുഹമ്മദ് ഇന്നല്ലാഹ അർസലനി ഇലൈക ലിഅസ്അലക അമ്മാ ഹുവ അഅലമു ബിമാ, എന്തൊക്കെയാണ് തങ്ങളുടെ വിശേഷം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, യാ ജിബ്രീൽ അജിദുനിൽ യൗമ വജിഅൻ മക്റൂബ, ഇന്ന് ഒന്നും കൂടെ വഷളായ അവസ്ഥയിലാണുള്ളത്, ആരോഗ്യാവസ്ഥ ഒന്നും കൂടെ വഷളായ അവസ്ഥയിലാണ് ഉള്ളത്, എന്താവുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, യാ റസൂലല്ലാഹ് മലക്കുൽ മൗതി ബിൽ ബാബി യസ്തഅ്ദിനു അലൈക, ഞാൻ ആദ്യം കടന്നതാണ്. മൗത്തിന്റെ മലക്ക് അസ്റായിൽ അലൈഹിസ്സലാം അങ്ങയുടെ വാതിൽക്കലുണ്ട്, അങ്ങ് സമ്മതം തരികയാണെങ്കിൽ ഇങ്ങ് കടക്കും, പോകാൻ സമയായിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. വലം യസ്തഅ്ദിൻ അലാ അഹദിൻ ഖബ്ലക, നബിയെ തങ്ങളെ മുമ്പ് ഒരാളോടും പെർമിഷൻ വാങ്ങി ഇയാൾ കടന്നിട്ടില്ല, തങ്ങളോട് മാത്രമാണ് കേട്ടോ പെർമിഷൻ ചോദിക്കുന്നത്. വലാ യസ്തഅ്ദിനു അലാ അഹദിൻ ബഅദക, തങ്ങളെ ശേഷം വേറൊരാളോടും സമ്മതം ചോദിക്കുന്ന വിഷയമില്ല, മുമ്പും ചോദിച്ചിട്ടില്ല, ഇനിയും ചോദിക്കാനും പദ്ധതിയില്ല. ഇതാ തങ്ങളോട് സമ്മതം കിട്ടിയെങ്കിൽ മാത്രമേ ഇങ്ങ് കടക്കുള്ളൂ. അപ്പോൾ ഫഅദിന ലഹു, ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതം കൊടുത്തു. കടന്നു വരാൻ പറയൂ ജിബ്രീൽ. കടന്നു വന്നു. ഫദഖല ഫൻസറഫ ജിബ്രീൽ, അസ്റായീൽ അകത്തേക്ക് ഇങ്ങ് കടന്നതോടുകൂടെ ജിബ്രീൽ അങ്ങ് പോയി. കാരണം ജിബ്രീലിന് ആ രംഗം കാണാൻ കഴിയില്ല. അപ്പോഴാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇന്നല്ലാഹ അർസലനി ഇലൈക, നബിയെ സലാം പറഞ്ഞിട്ട് പറഞ്ഞു, അല്ലാഹ് തങ്ങളിലേക്ക് എന്നെ പറഞ്ഞയച്ചു. അമറനി ബിത്വാഅത്ത്, തങ്ങൾ പറയും പോലെ അനുസരിക്കാൻ എന്നോട് പറഞ്ഞിരിക്കുകയാണ്. ഫഇൻ അമർതനി അൻ അഖ്ബിള റൂഹക, തങ്ങളെ റൂഹ് പിടിക്കാൻ എന്നോട് കൽപ്പിക്കുകയാണെങ്കിൽ, അൽ കരീമ, അങ്ങയുടെ കരീമത്തായ റൂഹ്, വളരെ ബഹുമാനപ്പെട്ട ആ ആത്മാവ് എന്നോട് പിടിക്കാൻ പറയാണെങ്കിൽ, ഖബൽതുഹാ, ഞാനത് പിടിക്കും. വഇൻ അമർതനി അൻ അൻസരിഫ ഇൻസറഫ്തു, അല്ല തങ്ങൾ എന്നോട് പറയാണ്, അസ്റായീൽ സമയായിട്ടില്ല, നിങ്ങൾ ഇപ്പൊ പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ പോകും ചെയ്യും. എന്താ വേണ്ടത് എന്ന് അസ്റായീൽ അലൈഹിസ്സലാം ചോദിച്ചപ്പം ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ മറുപടി കേട്ടോ. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻദിർനി ഖലീലാ ഹത്താ യഅതിയ ജിബ്രീൽ. മരിക്കുന്നതിൽ ബേജാറൊന്നുമില്ല, പക്ഷേ സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, ഇപ്പം വേണ്ട, കുറച്ചേരം കഴിഞ്ഞോട്ടെ. നബി തങ്ങൾ പറഞ്ഞു, കുറച്ചു നേരം എനിക്ക് താമസം ചെയ്തു തരണം. എന്താ കാരണം? കുറച്ച് സമയത്തേക്ക് എനിക്ക് താമസം ചെയ്തു തരണം എന്ന് പറയാൻ കാരണം, ഹത്താ യഅതിയ ജിബ്രീൽ, ജിബ്രീൽ ഇങ്ങോട്ട് വരട്ടെ, ജിബ്രീലിനെ പോയി കൊണ്ടുവരൂ, ജിബ്രീൽ ഇങ്ങോട്ട് വരണം, എന്നിട്ടേ എന്റെ റൂഹ് പിടിക്കാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഉടനെ മലക്കുൽ മൗത്ത് പോവുകയാണ്. ഫലഖിയ ജിബ്രീൽ, മൂപ്പര് പോയിട്ട് ജിബ്രീലിനെ കാണുകയാണ്. അപ്പൊ ജിബ്രീൽ ഫിൽ ഹവാഇ ഫി 70,000 മിനൽ മലായിക, അബൂ അബ്ദുല്ലാഹിൽ അൻസാരി അവിടുത്തെ കിതാബിൽ എഴുതി വെക്കുക മുത്തുനബിയുടെ വഫാത്തിന്റെ രംഗം. ഒന്ന് കേട്ടു നോക്കൂ. ജിബ്രീലിനെ തേടി ആകാശലോകത്തേക്ക് ചെന്നപ്പോ അന്തരീക്ഷത്തില് ജിബ്രീൽ അലൈഹിസ്സലാം 70,000 മാലാഖമാരോട് ഒരുമിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങനെ നിൽക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ. 70,000 മലക്കുകളുടെ അകമ്പടിയോടെ മീകായിലുണ്ട് അപ്പുറത്ത് നിൽക്കുന്നു. ഇസ്രാഫീൽ അലൈഹിസ്സലാം ഫി 70,000 മിനൽ മലായിക, ഇസ്രാഫീലിന്റെ ഒപ്പം ഉണ്ട് ഒരു 70,000. വമാലിക്കൻ ഖാസിനൻ നാരി അലൈഹിസ്സലാം ഫി 70,000 മിനൽ മലായിക, നരകത്തെ കാക്കുന്ന മാലിക് അലൈഹിസ്സലാമിന്റെ കൂടെ 70,000 മലക്കുകളുണ്ട്. വറിദ്വാന ഖാസിനൽ ജിനാനി അലൈഹിസ്സലാം ഫി 70,000 മിനൽ മലായിക, സ്വർഗത്തെ കാക്കുന്ന മലക്ക് റിദ്വാൻ അലൈഹിസ്സലാമുണ്ട്. 70,000 മലക്കുകളുടെ അകമ്പടിയോടെ വാനലോകത്ത് നിൽക്കുന്ന അന്തരീക്ഷത്തിൽ കാണുന്ന. അവിടുന്ന് മലക്കുൽ മൗത്തിനങ്ങ് വിളിച്ചു അസ്റായീൽ. അസ്റായീൽ പറഞ്ഞു, അസ്റായീലിനെ വിളിക്കുന്നു. അസ്റായീൽ മലക്കുൽ മൗത്തിനെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ചോദിച്ചു, ഈ വരവ് കണ്ടപ്പോ, മാ ഫഅൽത ബിറൂഹി ഹബീബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു, എന്തു ചെയ്തു? ഇവരൊക്കെ റസൂലുള്ളാഹിന്റെ റൂഹുമായിട്ട്
ജിബ്രീൽ കയറി, ഇസ്രായേൽ കയറി വരും. അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് ഹബീബിന്റെ റൂഹിനെ. നോക്കണം നിങ്ങൾ. അപ്പൊ ചോദിച്ചു, എന്ത് ചെയ്തു എന്റെ ഹബീബിന്റെ റൂഹ്? മാ ഫഅൽത ബി റൂഹി ഹബീബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറുപടി, കല്ലമനി ലി അൻതളറ മജീഅക ഫൻസറഫ്ത്. നിങ്ങൾ വന്നിട്ടേ പിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങോട്ട് തിരിച്ചു പോന്നതാണ്, ഞാനിങ്ങ് തിരിച്ചു പോന്നതാണ്. അപ്പൊ ജിബ്രീൽ തിരിച്ചുപോയി. കാരണം ഇനി പോകല്ലാതെ നിവൃത്തിയില്ല. ജിബ്രീൽ തിരിച്ചുപോയി, റസൂലുള്ളാഹിന്റെ അടുത്ത് കടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് അടുത്ത് ചെന്ന് സലാം പറഞ്ഞപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, യാ അഖി യാ ജിബ്രീൽ ലാ തവഖ യാ അഖി യാ ജിബ്രീൽ. 40 വയസ്സ് മുതൽ എന്നോടൊപ്പം എപ്പോഴും വന്ന് പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ സമാശ്വാസവാക്കുകൾ പറഞ്ഞുകൊണ്ട്, ആശ്വാസവാക്കുകൾ പറഞ്ഞുകൊണ്ട്, എനിക്ക് വേണ്ട സന്തോഷങ്ങൾ നൽകിക്കൊണ്ട്, വഹ്യ് നൽകിക്കൊണ്ട്, അള്ളാഹുവിൽ നിന്നുള്ള വിവരങ്ങൾ എത്തിച്ചുകൊണ്ട് എന്നോടൊപ്പം എന്റെ മഹ്ബൂബിന്റെയും എന്റെയും ഇടയിലുള്ള വസീലയായി, മധ്യവർത്തിയായി വർത്തിച്ച തങ്ങള്, ജിബ്രീൽ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തില്, ആപൽ ഘട്ടത്തില് അങ്ങനെ കൈയൊഴിക്കുകയാണോ ജിബ്രീലേ? അങ്ങനെ കൈയൊഴിക്കുകയാണോ ജിബ്രീലേ? ഇപ്പോഴല്ലേ എന്റെ ഒപ്പം നിൽക്കേണ്ടത്? ഇസ്രായേൽ കടന്നപ്പോ നിങ്ങൾ അങ്ങ് പോകാൻ പറ്റുമോ? അവിടുന്ന് പറഞ്ഞു, ലാ യാ ഹബീബി യാ റസൂലല്ലാഹ്, ലാ യാ ഹബീബി യാ റസൂലല്ലാഹ്. ഇല്ല നബിയെ, എന്റെ പ്രിയപ്പെട്ട തങ്ങളെ, ഞാൻ തങ്ങളെ കൈയൊഴിക്കൂല. ഇന്ന റബ്ബൽ ഇസ്സ ത്വലബ ലിഖാഅക. റബ്ബുൽ ഇസ്സത്തിന് തങ്ങളെ കാണണമെന്ന് വല്ലാത്ത ഒരു മോഹമുണ്ട്. തങ്ങളെ അടുത്തേക്ക്, തങ്ങൾ റബ്ബിന്റെ അടുത്തേക്ക് ചെല്ലാൻ സമയമായിട്ടുണ്ട് എന്ന് റബ്ബ് പറയുന്നുണ്ട്. മൻ അഹബ്ബ ലിഖാഅ അല്ലാഹ് അഹബ്ബ ലിഖാഅ വമൻ കരിഹ ലിഖാഅ അല്ലാഹ് കരിഹ ലിഖാഅ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിച്ചു, അല്ലാതെ ആഗ്രഹിച്ചു. അള്ളാഹുവിനെ കാണാൻ, മുത്തുനബിയെ കാണാൻ അള്ളാഹുവും ആഗ്രഹിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് ഈ വിവരം പറഞ്ഞപ്പോ പറഞ്ഞു, യാ ജിബ്രീൽ, എന്റെ പ്രിയപ്പെട്ട ജിബ്രീലെ, ഫബശ്ശിർനി ഖബ്ല ഖുറൂജി റൂഹി മിന ദുനിയ. റൂഹ് പിടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, പക്ഷേ ഈ ലോകത്ത് നിന്ന് എന്റെ റൂഹ് അങ്ങോട്ട് പുറപ്പെടുന്നതിന് മുമ്പ് എനിക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരണം. ഒരു ബിഷാറ, ഒരു ഹാപ്പി ന്യൂസ് തരാൻ പറ്റുമോ? ഒരു ഗുഡ് ന്യൂസ് അത് തരാൻ പറ്റുമെങ്കിൽ റൂഹ് പിടിച്ചോളൂ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, യാ മുഹമ്മദ്, അല്ലാഹുവിന്റെ ഹബീബേ, ഖദ് ഫുതിഹത് ലക അബ്വാബുസ് സമാ വസ്തഫത് അഹ്ലു കുല്ലി സമാഇ യൻതളിറൂന റൂഹക ഇദാ മറത് അലൈഹിം സ്വല്ലു അലൈക. എന്തിനാ നബിയെ തങ്ങൾ ബേജാറാകുന്നത്? തങ്ങളെ റൂഹ് വരുന്നതും കാത്ത് മീകാഈലിന്റെ നേതൃത്വത്തില് ഒരു 70,000, അല്ലെ? മീകാഈലിന്റെ നേതൃത്വത്തിൽ ഒരു 70,000, മാലിക്കിന്റെ നേതൃത്വത്തിൽ ഒരു 70,000, റിദ്വാന്റെ നേതൃത്വത്തിൽ ഒരു 70,000. നബിയെ സ്വഫ് കെട്ടി അണിയണിയായി നിൽക്കുകയാണ്. ആകാശ കവാടങ്ങൾ മുഴുവനും തുറന്നു വെച്ചു. മറ്റുള്ളവരുടെ റൂഹൊക്കെ ചെന്നിട്ട് തുറക്കാൻ പറ്റുമെങ്കിലേ തുറക്കുള്ളൂ. തങ്ങളത് അങ്ങനല്ല, ഫുൾ ഓപ്പണാണ്. ഫുൾ ഓപ്പൺ ആയി കഴിഞ്ഞു. ഓരോരുത്തരും വരി വരിയായിട്ട് നിൽക്കുക. മലക്കുകൾ എന്തിന്? യൻതളിറൂന റൂഹക്, തങ്ങളുടെ പരിശുദ്ധമായ ആത്മാവ് വരുന്നതും കാത്തിരിക്കുക. തങ്ങളെ ഇദാ മറത് അലൈഹിം സ്വല്ലു അലൈക, ആ ആത്മാവ് അവരുടെ അടുത്തേക്ക് അടുത്തിയാൽ സ്വല്ലു അലൈക, അവരൊക്കെ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലും. പിന്നെ എന്തിനാ പേടിക്കുന്നത്? ധൈര്യമായിട്ട് പോകാം. ഇത് ഏറ്റവും വലിയൊരു സന്തോഷമാണല്ലോ, അല്ലെ? എന്ന് പറഞ്ഞാൽ തങ്ങളെ മരണം ഹൈറായ മരണമാണ്. ഇതല്ലേ ഇപ്പൊ ഒരാൾക്ക് മരിക്കണ സമയത്ത് കിട്ടേണ്ട ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ നബി തങ്ങൾ പറയാണ്, ലൈസ അൻ ഹാദാ അസ്അലുക യാ ജിബ്രീൽ. ജിബ്രീലേ, എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്ന എന്തെങ്കിലും വിവരം പറയാനാ പറഞ്ഞത്, ഇതിനെക്കുറിച്ചല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഫബശ്ശിർനി, മറിച്ച് എനിക്ക് ബിശാറത്തുള്ള, എനിക്ക് സന്തോഷം നൽകുന്ന എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൊണ്ടാണ്. ഹാപ്പിനെസ്, സന്തോഷം, അതാ എനിക്ക് വേണ്ടത്. വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ഈ പറയുന്നത്? ഇനി എന്ത് സന്തോഷ റബ്ബേ പറയേണ്ടത്? അപ്പൊ ജിബ്രീൽ പറഞ്ഞു, അന്ത അവ്വലു മൻ തൻശഖു അൻഹുൽ അർളു. നബിയെ, പുനരുത്ഥാന നാളിൽ
ഭൂമി പൊട്ടിക്കേറി ആദ്യം എഴുന്നേറ്റു വരല് തങ്ങളാണ് നബിയേ. ബഅ്സ് പുനരുത്ഥാനം ഉദ്ഘാടനം ചെയ്യുന്നത് ഔദ്യോഗികമായി തങ്ങൾ. വഅവ്വലു ശാഫി ആദ്യത്തെ ശുപാർശകൻ തങ്ങളാണ് നബിയേ. പോരെ, ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നബി തങ്ങൾ പറഞ്ഞു, ലൈസ അൻ ഹാദാ അസ്അലുക, ഞാൻ ഇതിനെക്കുറിച്ചൊന്നുമല്ല ചോദിച്ചത്. ബശ്ശിർനി യാ ജിബ്രീൽ, ജിബ്രീലെ ഞാൻ നിങ്ങളോട് ബിശാറത്തല്ലേ തരാൻ പറഞ്ഞത്, എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്ന വല്ലതും പറഞ്ഞുതാന്നല്ലേ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ഇനി എന്താ പറയേണ്ടത്? ഈ മനുഷ്യൻ എന്തുകൊണ്ടാണാവോ സന്തോഷിക്കുക? മിഫ്താഹുൽ ജന്നതി ബിയദിക യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ സ്വർഗത്തിന്റെ ചാവി അല്ലാഹ് നൽക തങ്ങളെ കയ്യിലാ. തങ്ങളാണ് സ്വർഗം തുറന്നുദ്ഘാടനം ചെയ്യുക. സ്വർഗം ആദ്യമായി തുറന്നുദ്ഘാടനം ചെയ്യുന്നത് തങ്ങളാണ്. തങ്ങളെ കയ്യിലാ സ്വർഗത്തിന്റെ ചാവിയുള്ളത്. അത് പോരെ തങ്ങൾക്ക് സന്തോഷം? ലൈസ അൻ ഹാദാ അസ്അലുക യാ ജിബ്രീൽ, ജിബ്രീലെ ഞാൻ ഇതൊന്നും അല്ലല്ലോ നിങ്ങളോട് ചോദിച്ചത്. ബശ്ശിർനി, എനിക്ക് ബിശാറത്ത് തരൂ, സന്തോഷിക്കാൻ അവസരമുള്ള കാര്യങ്ങൾ പറഞ്ഞു തരൂ. ആ സമയത്ത് പറഞ്ഞു, യാ മുഹമ്മദു, യാ മുഹമ്മദു, ഓ മുഹമ്മദ് നബി തങ്ങളെ, എന്നാ ഇനി ഒരു സന്തോഷം പറയട്ടെ. അൽ ജന്നത്തു മുഹറമതുൻ, അൽ ജന്നത്തു മുഹറമതുൻ, സ്വർഗം ഹറാമാണ്, സ്വർഗം ഹറാമാണ്. അലാ ജമീഇൽ ഉമം, എല്ലാ ഉമ്മത്തിനും സ്വർഗം ഹറാമാണ്. ഒരൊറ്റ ഉമ്മത്തിനും സ്വർഗം കിട്ടൂല. ഹത്താ തദ്ഖുലഹാ ഉമ്മതുക്, ഹത്താ തദ്ഖുലഹാ ഉമ്മതുക്, അങ്ങയുടെ ഉമ്മത്ത് സ്വർഗത്തിൽ കടക്കുന്നത് വരെ മറ്റു ഉമ്മത്തികൾക്ക് സ്വർഗം ഹറാമാണ്. തങ്ങളെ, തങ്ങളെ ഉമ്മത്ത് സ്വർഗത്തിൽ കടന്നിട്ട് മറ്റുള്ളവർ സ്വർഗത്തിൽ കടക്കൂ. ആ സമയത്ത് മുത്തുനബി അങ്ങ് കരഞ്ഞു. കരഞ്ഞിട്ട് പറഞ്ഞു, അൽആന ഖറത്ത് ഐനി, അൽആന ഖറത്ത് ഐനി, മതി മതി, എന്റെ കണ്ണ് കുളിരണിഞ്ഞിരിക്കുന്നു. യാ ഹിയാ ജിബ്രീൽ ഉദ്നു മിന്നീ യാ മലക്കൽ മൗത്ത്, മലക്കുൽ മൗത്ത് അസ്റായീൽ, ഇനി ഇങ്ങോട്ട് അടുത്തുവാ, പിടിച്ച റൂഹ് എനിക്ക് സന്തോഷമായി. എന്റെ ഉമ്മത്തിന്റെ വിശേഷമാണ്, എന്റെ ഏറ്റവും വലിയ സുവിശേഷം എന്റെ ഉമ്മത്തിന് കിട്ടുന്ന സുവിശേഷമാണ്. അവര് രക്ഷപ്പെടുമെന്ന് കേട്ടാൽ, അവരെ നീ പരിഗണിച്ചിട്ടുണ്ടെന്ന് കേട്ടാൽ പിന്നെ എനിക്ക് വിഷയമല്ല. സല്ലു സല്ലു അലൻ നബി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സറിഞ്ഞുകൊണ്ട് ഈ ഹബീബുമായുള്ള ബന്ധമുറപ്പിക്കണം. ഇതാണ് നമ്മുടെ ജീവിത വിജയത്തിന് എന്നും കാരണമായിട്ടുള്ളത്. എന്നും ജീവിത വിജയത്തിന് കാരണമായിട്ടുള്ളത് ഇതാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ അങ്ങനെ തുടർന്നു പോകുന്നു. വഫാത്തിന്റെ വിവരങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല. സമയമില്ലാത്തത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഫാത്തിമ ബീവി, ഹസൻ ഹുസൈൻ ഇവരൊക്കെ കരയുന്ന രംഗം, നബിതങ്ങൾ ആശ്വസിപ്പിക്കുന്ന രംഗം. ഞാൻ ഇത് പറഞ്ഞത് ഈ ഒരു വിഷയം പറയാനാണ്. ഉമ്മത്തിന്റെ കാര്യത്തിൽ സന്തോഷം കേൾക്കുമ്പോഴേ മുത്തുനബിക്ക് സന്തോഷമുള്ളൂ. അതാണ് വലസൗഫ യുഅ്തീക റബ്ബുക ഫതറുല്ലാഹ്, നബിയെ തങ്ങൾക്ക് പൂതി തീരുന്നത് വരെ റബ്ബ് തരും കേട്ടോ. അള്ളാഹു ഇത്രയും പെട്ടെന്ന് ഹബീബിന്റെ ചാരത്തൊന്ന് ചെന്ന് നിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു എത്രയും പെട്ടെന്ന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ക്ലാസ്സിലൊക്കെ പലരും പോയി വന്നു. അജയരൊക്കെ കഴിഞ്ഞ ആഴ്ച വന്നിട്ടേ ഉള്ളൂ. അള്ളാഹു അവരുടെ ഉംറയൊക്കെ കബൂലാക്കട്ടെ. നബിയുടെ അടുത്ത് ചെയ്ത സിയാറത്തുകൾ കബൂലാക്കട്ടെ. നമുക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥനകളൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ എത്രയും പെട്ടെന്ന് ഒരു അവസരം നീ നൽകണേ അല്ലാഹ്. തന്നവർക്ക് വീണ്ടും വീണ്ടും നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്രമാത്രം ഉമ്മത്തിനെ സ്നേഹിച്ച ഒരു മുത്തുനബി നോക്ക് നിങ്ങൾ. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ, നബി തങ്ങളുടെ പൂമുഖം തെളിവാണ് അല്ലേ? അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പാടിയത് വജുഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅ്തിന്നാസു ബിൽ ഹുജജി സ്വല്ലി
വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ, നബിയെ തങ്ങളുടെ പ്രശോഭിതമായ മുഖം, മുത്തുനബിയുടെ തിളങ്ങുന്ന മുഖം, ഹുജ്ജതുന അത് ഞങ്ങളുടെ തെളിവാണ്, ഞങ്ങളുടെ പ്രമാണമാണ്. സുബിൽ ഹുജജി, ജനങ്ങളൊക്കെ വിവിധ പ്രമാണങ്ങളുമായി വരുന്ന സമയത്ത് ഞങ്ങൾക്ക് സമർപ്പിക്കാനുള്ള പ്രമാണം ഒന്ന് മാത്രമാണ്, തങ്ങളുടെ പൂമുഖം എന്ന് പറഞ്ഞാൽ തങ്ങളെ ഞങ്ങൾ കണ്ടില്ലെങ്കിലും തങ്ങളെ കുറിച്ചുള്ള ഓർമ്മ കണ്ടവനെ ഓർക്കുന്നത് പോലെ മുത്തുനബിയെ ഓർക്കുന്നുണ്ട്. കണ്ടവനെ ഓർക്കുന്നത് പോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുന്നുണ്ട്. സുബ്ഹാന മൻ ജല്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹബീബിന്റെ മുഖത്ത് നോക്കി നിൽക്കലായിരുന്നു ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹോബി, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിന്റെ ഹോബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ താല്പര്യങ്ങളും സന്തോഷങ്ങളും ഒരു ദിവസം പറഞ്ഞപ്പം അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് സുജൂദിൽ കിടക്കലാ ഏറെ ഇഷ്ടം, എനിക്ക് പാവപ്പെട്ട സഹോദരിമാരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോ അവർക്ക് വേണ്ടി ശബ്ദിക്കലാണ് ഏറെ ഇഷ്ടം, എനിക്ക് സുഗന്ധം പുരട്ടലാണ് ഏറെ ഇഷ്ടം. മൂന്ന് കാര്യങ്ങൾ മുത്തുനബി പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം നബി ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മൂന്ന് കാര്യമാണ് യാ റസൂലല്ലാഹ്. മൂന്ന് കാര്യമാണ് തങ്ങളെ. എന്തൊക്കെയാന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? കേട്ടോ, വളരെ കൃത്യമാണ് മുത്തുനബി പറഞ്ഞ മറുപടി. സിദ്ദീഖ് പറഞ്ഞ മറുപടി അവിടുന്ന് പറഞ്ഞു, ഒന്ന് അന്നദറു ഇലാ വജ്ഹി റസൂലില്ലാഹ്, മുത്തുനബിയുടെ പൂമുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കലാണ് എനിക്കേറെ ഇഷ്ടം. വഇൻഫാഖു മാലിഹി ലിറസൂലില്ലാഹ്, ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തൊക്കെ മുത്തുനബിക്ക് വേണ്ടി ചെലവാക്കലാണ് എനിക്കിഷ്ടം. വഅൻ തകൂന ബിനതി തഹ്ത റസൂലില്ലാഹ്, എന്റെ മോളെ ആയിഷ എന്നും റസൂലുള്ളാഹിന്റെ കീഴിൽ അവിടുത്തെ ഭാര്യയായി കഴിയലാണ്. ത്വലാഖ് ചൊല്ലിയാൽ തീരുന്ന ബന്ധമാണിത്. അങ്ങ് ത്വലാഖ് ചെല്ലരുത്. അങ്ങുമായിട്ട് ഇങ്ങനെ ഒരു കുടുംബ ബന്ധം ഇതെന്നും നിലനിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുത്തുനബിയുടെ മരുമകനും കൂടെയാണല്ലോ ഹബീബ് റസൂലുള്ളാഹി. അപ്പൊ ചുരുക്കി അങ്ങ് പറഞ്ഞാൽ, മൂന്നും കൂടെ ചുരുക്കി ഒന്നായിട്ട് വായിച്ചാൽ അതിന്റെ അർത്ഥം ഒന്നു മാത്രമാണ്, മുത്തുനബിയോടുള്ള കളങ്കമില്ലാത്ത സ്നേഹമാണ് സിദ്ദീഖിന് പറയാനുള്ളത്. ഇത് തന്നെയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആഴ്ചയിൽ ഒരു ഖത്മ് തീർത്തത് ചരിത്രം മുഴുവൻ അരിച്ചു പൊറുക്കിയാ കാണൂല. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ചരിത്രം പഠിച്ചോലെ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇന്ന് വരെ ഒരു വയലിൽ കേട്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ആഴ്ചയിൽ ഒരു ഖത്മ് ഓതിയിരുന്നു. 4 ഖുലഫാകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതിയിരുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാനാ. ആഴ്ചയിൽ ഒരു ഖത്മ് ഓതും. ആഴ്ചയിൽ ഒരു ഖത്മ് ഉണ്ടാവും. 7 ദിവസം കഴിഞ്ഞാൽ ഒരു ഖത്മ് പൂർത്തിയാവും. പക്ഷെ അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത്ര കൂടുതൽ ഖുർആൻ ഓതിയതായിട്ട് കാണാൻ കഴിയില്ല. ഖുർആൻ നല്ലോണം ഓതാറുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ഓതിയതായിട്ട് കാണാൻ കഴിയില്ല. പക്ഷെ ആരാണ്, സിദ്ദീഖാണോ ഉസ്മാനാണോ വലുത്? ഒരു തർക്കവുമില്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താണത്? റസൂലുള്ളാഹി തന്നെ പറഞ്ഞില്ലേ, മാ സബഖകും അബൂബക്കർ ബികസറത്തി സ്വലാത്ത് സിയാം വലാകിൻ ബിശൈഇൻ നുഖറ ഫീ ഖൽബി സയ്യിദുനാ റസൂലുള്ളാഹി. അബൂബക്കർ നിങ്ങളെ തോൽപ്പിച്ചത് കൂടുതൽ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടുമല്ല, വലാകിൻ ബിശൈഇൻ നുഖറ ഫീ ഖൽബി, മറിച്ച് സിദ്ദീഖിന്റെ ഹൃദയത്തിൽ കൊത്തിവെച്ച ഒരു രഹസ്യമുണ്ട്, അതുകൊണ്ടാണ് സിദ്ദീഖ് ജയിച്ചത് എന്ന് പറഞ്ഞാൽ ഹുബ്ബുൻ നബി. ഹുബ്ബുൻ നബി, അതാണ് ജയിച്ചു. ഇതുകൊണ്ടാണ് സിദ്ദീഖിന് എല്ലാവരെക്കാളും സ്ഥാനം കിട്ടിയത്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഒരു രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ഹബീബ് റസൂലുള്ളാഹി പറയാം, സഹാബത്തിനൊക്കെ നിർത്തി പറ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ആരെങ്കിലും സത്യസന്ധമായ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം. മുത്തുനബി ഇടക്കിടക്ക് ചോദിക്കും, ആരെങ്കിലും നല്ല സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം. നബി തങ്ങൾ അതിന് വ്യാഖ്യാനവും പറയും. അങ്ങനെ നബി തങ്ങൾ പറയും, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം. എന്താ കണ്ടത്? ഖിയാമത്ത് നാള് നടന്നതായിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു. അങ്ങനെ തുലാസ് കണ്ടു. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ മീസാൻ കണ്ടു, തുലാസ്. എന്നിട്ട് ലോകത്തുള്ള മൊത്തം ജനങ്ങൾ ഒരു ഭാഗത്ത്, തുലാസും ഇപ്പുറത്ത്. എന്നിട്ട് എന്ത് ചെയ്തു? അല്ലാഹു തആല, മുത്തുനബി പറയാണ്, അല്ലാഹു തആല എന്നെ എടുത്തിട്ട് തുലാസിന്റെ വലത്തെ തട്ടിൽ വെച്ചു. ഇതൊക്കെ മുത്തുനബി ഇങ്ങനെ സ്വപ്നം, അങ്ങനെയൊക്കെ സ്വപ്നത്തിൽ കാണാമല്ലോ. സ്വപ്നത്തിന് നമ്മൾ അങ്ങനെയൊന്നും കാണുന്നതിനെതിരില്ലല്ലോ. എന്നിട്ട് മറ്റുള്ള മൊത്തം ഉമ്മത്തികളെ എടുത്തിട്ട് ഇങ്ങേ തട്ടിലും വെച്ചു.
ഉമ്മത്തികളെ മൊത്തം ഒരു തട്ടിലും വെച്ചു. എന്നിട്ട് തുലാസ് ഇങ്ങനെ പിടിച്ചപ്പം വലത്തെ തട്ട് റജഹത്ത് കിഫത്തി, റജഹത്ത് കിഫത്തി, എന്റെ കിഫത്ത് ഖനം തൂങ്ങി, എന്റെ തട്ട് ഖനം തൂങ്ങി. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ തൂക്കി നോക്കുമ്പോ ഈ ആളുകൾ ഒന്നായിട്ട് കൂടിയാലും ഈ മനുഷ്യന്റെ വെയിറ്റ് ഇല്ല. നന്മയുടെ വിഷയത്തിലാണ് ഈ വെയിറ്റ് കാണിക്കുന്നത്, ഈന്റെ വിഷയത്തിലാണ് ഈ വെയിക്കുന്നത്. ഉറപ്പ് തന്നെയല്ലേ? ഉറപ്പ് തന്നെയല്ലേ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്തുമാത്രം സത്യമാണ്, എന്തുമാത്രം സത്യമായി പറയുന്നത്. മെഹറാജിന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ചോനെ കണ്ട ആ സംഭവമൊക്കെ വിവരിക്കുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ടല്ലോ, സൂറത്തുൻ നജ്മിൽ, മാ കദബൽ ഫുആദു മാ റഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടതിനെ ഹൃദയം കളവാക്കിയിട്ടില്ല. നബി തങ്ങൾ കണ്ടതിനെ ഹൃദയം കളവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കണ്ടതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിറ്റേന്നും പറയാനുള്ള ഓർമ്മയുണ്ടായിരുന്നു ഒരർത്ഥം. എന്നാൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയൊക്കെ അവിടെ പറയാറുള്ള ഒരു അർത്ഥം ഉണ്ടായിരുന്നു. എന്റെ ഉസ്താദ് ഓതിത്തരുന്ന കാലത്ത് പറഞ്ഞത് ഓർക്കുകയാണ്. പറയാറുണ്ടായിരുന്നു അത്രേ, മുത്തുനബി പറഞ്ഞതിനെ ഹൃദയം കളവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാനത് ഇതുവരെ നോക്കിയിട്ട് എവിടെയും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ശംസുൽ ഉലമയിലേക്ക് തന്നെ ചേർത്ത് പറയാൻ കാരണം. പക്ഷെ വല്ലാത്തൊരു അർത്ഥമാണ്. ഹൃദയം കളവാക്കിയിട്ടില്ല എന്നാ പറഞ്ഞത് കണ്ടതിനെ എന്ന് പറഞ്ഞാൽ കാണുന്നതിന്റെ മുമ്പ് പടച്ചോനെ പറ്റി മുത്തുനബിക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. കണ്ടു നോക്കുമ്പോ അങ്ങനെ തന്നെയാണ്. അത് വല്ലാത്തൊരർത്ഥാണ്. എന്ന് പറഞ്ഞാൽ മാ കദബൽ ഫുആദു മാ റഅ. അപ്പോഴാണ് ആ വാക്ക് 100% പൊരുത്തപ്പെടുന്നത്. ഹൃദയത്തിലൊരു അള്ള ഉണ്ടായിരുന്നു, ആ അള്ള കണ്ടു നോക്കുമ്പോ അങ്ങനെ തന്നെയാണ്. ഇതിപ്പോ എങ്ങനെ പറഞ്ഞെങ്കിലേ തിരിയുള്ളൂ അറിയോ? നമ്മളിപ്പോ കഅബാലയങ്ങൾക്ക് പോണതിന്റെ മുമ്പ് കഅബനെ പറ്റി ഒരു കാഴ്ചപ്പാടുണ്ടാവും നമുക്ക്. ചെന്ന് കണ്ടു നോക്കുമ്പോ ഒരുപാട് മാറ്റം ഉണ്ടാവും. കാരണം നമ്മൾ മുമ്പ് കണ്ട മാതിരി ആവില്ല, അവിടെ ചെന്ന് കാണുമ്പോ ഒരുപാട് മാറ്റം ഉണ്ടാവും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല മാറ്റം എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ എന്തുണ്ട്, ഈ വീഡിയോകളൊക്കെ അധികരിച്ച കാലത്ത് ഇപ്പൊ കഅബയൊക്കെ ഇങ്ങനെ കാണാം, തവാഫ് ചെയ്യണമൊക്കെ കാണാം. അപ്പൊ വലിയൊരു, എന്നാലും അത് നേരിട്ട് അനുഭവിക്കുമ്പോ ഒരു മാറ്റം തോന്നും. പക്ഷെ ഞാൻ സഫയും മറുവയൊക്കെ പോകുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു സങ്കല്പം ഇവിടുന്നൊക്കെ കുറെ നടന്നു പോകാനുള്ള ഒരു സ്ഥലമൊക്കെ ആയിട്ടാണ് തോന്നിയിരുന്നത്. പക്ഷെ ചെന്ന് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു സ്ഥലത്ത് തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ ഹൃദയത്തിൽ നമ്മൾ കണ്ടതിനേക്കാൾ ഒരാളെ കാണുന്നതിന് മുമ്പ്, ഇപ്പൊ ഇങ്ങനെ കേൾക്കുന്നതിന് മുമ്പ്, ആ കാണുന്നതിന് മുമ്പ് അയാളെ പറ്റി കേൾക്കുമ്പോൾ ഒരു സങ്കല്പം ഉണ്ടാവും. ആ സങ്കല്പം കാണുമ്പോൾ ഒരുപാട് മാറും. അല്ലേ? അത് രണ്ടു നിലക്കും വരും. ചിലപ്പോ സങ്കല്പത്തിന്റെ അത്ര ആള് കാണാനാവില്ലായിരുന്നു. കാണുമ്പോ ഇതാപ്പ അയാൾ നോക്കും അല്ലേ, അങ്ങനെ ചോദിക്കാറുണ്ട്. ചിലപ്പോ നമ്മൾ വിചാരിച്ചതിന്റെ അപ്പുറത്തായിരിക്കും. അള്ളാഹു റസൂലുള്ള റബ്ബിനെ പറ്റി, അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിനെ പറ്റി നേരത്തെ മനസ്സിലാക്കിയത് ഒട്ടും പിഴച്ചിട്ടില്ലായിരുന്നു. ആ വാചകത്തോട് പൂർണ്ണമായ നീതി പുലർത്തുന്നുണ്ട് അർത്ഥം. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ ഹബീബ് റസൂലുള്ളാഹി വെച്ചു, ബാക്കിയുള്ള മൊത്തം മനുഷ്യരെ പുറത്തുവിട്ടു. അങ്ങനെ പിടിച്ചപ്പോ റജഹത്ത് കിഫത്തുഹു, അബൂബക്കറിന്റെ തട്ട് ഖനം തൂങ്ങി. സയ്യിദുനാ റസൂലുള്ളാഹി. പിന്നെ അബൂബക്കറിനോട് മാറി നിൽക്കാൻ പറഞ്ഞു എന്റെ ചാരത്തേക്ക്. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബിനെ എടുത്തു വെച്ചു, ഇങ്ങനെ തൂക്കിപ്പിടിച്ചു. നോക്കുമ്പോ ഉമറിന്റെ തട്ട് ഖനം തൂങ്ങി. അങ്ങനെ നബി തങ്ങൾ പറയാണ്, വാഹിദൻ അൻ വാഹിദ്, എന്റെ ഉമ്മത്തിൽ ഓരോരുത്തരുടെ സ്ഥാനവും അള്ളാഹു തൂക്കി കാണിച്ചു തന്നിട്ടുണ്ട്. എനിക്കാരാ? സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പോവാണ്. പിന്നെ ഉസ്മാൻ, പിന്നെ അലി, ഇങ്ങനെ അങ്ങോട്ട് കയറ്റിയിരുത്തി. 4 ഖലീഫമാരുടെ ചരിത്രമൊക്കെ പറയുന്നിടത്ത്, അവരുടെ മനാഖിബുകൾ പറയുന്നിടത്ത് ഇത് പറയുന്നുണ്ട്. കാരണം അപ്പൊ ആ 4 ഖലീഫമാരാണ് ഏറ്റവും മുന്തിയവരും തെളിയിക്കാൻ വേണ്ടി. റസൂലുള്ളാഹി പറഞ്ഞ എനിക്ക് എല്ലാരും കാണിച്ചിട്ടുണ്ട് എന്ന്. അപ്പൊ നബിതങ്ങൾക്ക് ഓരോരുത്തരുടെയും ഗ്രേഡ് അറിയാം. അള്ളാഹു ആലം ആ കൂട്ടത്തിൽ നമ്മൾ എവിടെയാണ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ എവിടെയാണ് അല്ലാഹു അഅലം. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. വലല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ അലം യജിദ്ക യതീമൻ ഫആവാ. നബിയെ, ഇനി എന്താ പറയുന്നത്? അപ്പൊ എന്തേ ഇപ്പൊ ഇതുവരെ പറഞ്ഞത്? നബിയെ, തങ്ങളെ റബ്ബ് കൈയൊഴിച്ചിട്ടില്ല. ഒരു നിമിഷം കൂടുന്തോറും നബിനെ ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ ഉഷാറായിരിക്കും. ഇമാം ബൈലാവി വ്യാഖ്യാനം കൊടുത്തപ്പോ
അതിന് അല്ലാമ ശിഹാബ് എഴുതിയ ഒരു വ്യാഖ്യാനമുണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും റസൂലുള്ളാഹിക്ക് ഇസ്സത്ത് അല്ലാഹ് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. ആര് റസൂലുള്ളാഹിനെ ദില്ലത്തിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചാലും അള്ളാഹു മുത്തുനബിക്ക് ഇസ്സത്ത് ഇങ്ങനെ കൊടുക്കും. ഏതാവട്ടെ, ഇനി പടച്ചോൻ ചോദിക്കുകയാണ്, നബിയെ അങ്ങനെ തങ്ങളെ കൈയൊഴിക്കുകയാണെങ്കിൽ ഈ റബ്ബിന് ഇത്രയൊക്കെ പണിയുണ്ടായിരുന്നോ? ഏത് തങ്ങള് ഇത്രയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തങ്ങളെ അള്ളാഹ് ഉയർത്തി 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 കൊണ്ടുവന്ന് 40 വയസ്സായി നുബൂവത്ത് തന്ന് എന്നിട്ട് വേണ്ടിയിരുന്നോ തങ്ങളെ കൈയൊഴിക്കാൻ? അലം യജിദ് കയതീമൻ ഫആവ. റബ്ബ് തങ്ങളെ കണ്ടത് ഒരു യതീംകുട്ടിയായിട്ടല്ലേ? അന്നാണ് കൈയൊഴിച്ചനെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ കൈയൊഴിക്കാനുള്ള ആളാണെങ്കിൽ എനിക്ക് അന്നാണ് കൈയൊഴിച്ചൂടായിരുന്നോ? അള്ളാഹ് ചോദിക്കാൻ, അലം യജിദ് കയതീമം, നബിയെ തങ്ങളെ റബ്ബ് ഒരു യതീമായിട്ടല്ലേ കണ്ടത്? ഫആവ, അന്ന് തങ്ങൾക്ക് അഭയം നൽകിയവനല്ലേ ആ റബ്ബ്? അല്ലെ, യതീമായ കാലത്ത് തങ്ങൾക്ക് അഭയം നൽകിയവനല്ലേ? യതീം കുട്ടികൾ വഴി പിഴച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. യതീം കുട്ടികൾ നോക്കാൻ ആളില്ലാതെ, സംരക്ഷിക്കപ്പെടാൻ ആളില്ലാതെയായി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അവിടെയാണ് യതീം കുട്ടികൾ പലപ്പോഴും ഏതായിരിക്കും? തെരുവിന്റെ ശാപങ്ങളായിരിക്കും. അവരെ വളർത്താൻ ആളില്ലെങ്കിൽ സംസ്കാര ശൂന്യരായിരിക്കും. അപ്പൊ അവിടെയാണ് അള്ളാന്റെ ഹബീബിനോട് പറയുന്നത്, നബിയെ തങ്ങളെ ഒരു യതീം കുട്ടിയായി കണ്ടിട്ട് ഫആവ, തങ്ങൾക്ക് അഭയം നൽകി. തങ്ങൾ ഗർഭത്തിലിരിക്കെ, ഉമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കെ ഉപ്പ വഫാത്തായി. വന്നപ്പോ തങ്ങളെ സംരക്ഷിക്കാൻ അബ്ദുൽ മുത്തലിബിനെ കൊണ്ട് നമ്മൾ സംരക്ഷിപ്പിച്ചു. നബിയെ തങ്ങൾക്ക് കുറഞ്ഞ വയസ്സ് പ്രായമാക 6 ഉമ്മ തങ്ങളെ സംരക്ഷിച്ചു. ഉമ്മയും അബ്ദുൽ മുത്തലിബും കൂടെ സംരക്ഷിച്ചു. ഉമ്മ 6 വയസ്സാവുമ്പോ ഉമ്മയും പോയി. പിന്നെ തങ്ങൾക്ക് അബ്ദുൽ മുത്തലിബ് തുണയായിട്ടുണ്ട്. 8 വയസ്സായപ്പോ അബ്ദുൽ മുത്തലിബും പോയി. പിന്നെ തങ്ങളെ അബൂ താലിബിന്റെ മനസ്സിൽ നമ്മൾ അവിടുത്തെ കരളലിയിപ്പിച്ച് വല്ലിപ്പക്കയെ കൊണ്ട് വസിയത്ത് ചെയ്യിപ്പിച്ച് നബിയെ തങ്ങളെ പോറ്റി വളർത്തി. അബ്ദുൽ മുത്തലിബ് തങ്ങൾക്ക് അഭയം നൽകി. ഏതുവരെ അഭയം നൽകി? അബ്ദുൽ മുത്തലിബിന്റെ അബൂ താലിബിന്റെ തുണ മുത്തുനബിക്ക് എത്ര കാലം ഉണ്ടായിരുന്നു? അവിടെയാ ചിന്തിക്കേണ്ടത്. അബൂ താലിബിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ തുണലെ അവസാന നിമിഷം വരെ റസൂലുള്ളാഹി, മുമ്പ് ഞാൻ പറഞ്ഞതാണ് ആ സംഭവം, അവസാന നിമിഷം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി ഇവർ സമ്മതം ചോദിച്ചു വന്നു. നിങ്ങളെ ഒരൊറ്റ ബലത്തിലാണ് മുഹമ്മദ് ജീവിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടു തടങ്കല്ലാക്കുക. അബൂ താലിബിനോട് ഖൗമ് വന്നിട്ട് പറഞ്ഞില്ലേ? അവിടെയാണ് റസൂലുള്ള സ്ഥലത്തില്ലായിരുന്നു. ഇവര് ബഹുമാനപ്പെട്ട അബൂ താലിബിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കി. അപ്പോഴാ അബൂ താലിബ് പറഞ്ഞത്, സ്വഹീഹ് മുസ്ലിമിലുള്ള സംഭവം. അബൂ താലിബ് പറഞ്ഞത്, ഞാന് മുഹമ്മദ് സ്ഥലത്തില്ല, വന്നിട്ട് പറഞ്ഞു നോക്കാം. എന്താ അവര് പറഞ്ഞത് അറിയോ? ഇവര് രണ്ടാലൊരു ഓപ്ഷനാണ് സയ്യിദുനാ റസൂലുള്ളാഹിയുടെ മുമ്പിൽ വെച്ചത്. 2 ഓപ്ഷൻ കൊടുത്തു. ഒന്നെന്താണ്? ഒന്നുകിൽ മുഹമ്മദ് ദഅവത്ത് നിർത്തുക, മതപ്രബോധനം നിർത്തുക. അതല്ലെങ്കിൽ എന്നിട്ട് ഇവിടെ വീട്ടിൽ തടങ്കലിലാക്കിക്കളി, ഇവിടുന്ന് ഇബാദത്ത് ചെയ്തോട്ടെ, മൂപ്പരകാര്യമായിട്ട് പ്രബോധനം നടത്താൻ പറ്റൂല, നാട്ടിലിറങ്ങിയിട്ട് വയത് പറയാൻ പറ്റൂല. അതല്ലെങ്കിൽ തങ്ങള് അവന്റെ സംരക്ഷണം പിൻവലിക്കാം. കാരണം അബൂ താലിബ് നാട്ടിലെ പ്രമാണിയാണ്, ഇവരൊക്കെ അംഗീകരിക്കുന്ന ആളാണ്. നിങ്ങൾ സംരക്ഷണം പിൻവലിച്ചാൽ മതി, നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യരുത്, എങ്കിൽ ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. ഇറക്കി വിട്, വീട്ടിൽ നിന്ന് പുറത്തേക്കാട് ഇറക്കി വിട്ടാൽ പിന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, നിങ്ങളെ സംരക്ഷണം ഉള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പൊ അബൂ താലിബ് വല്ലാതെ പ്രതിരോധത്തിലായി. അതല്ലെങ്കിൽ ഇന്ന് വരെ നിങ്ങൾക്ക് നൽകിയ നിലയും വിലയും നാളെ മുതൽ ഞങ്ങൾക്ക് നൽകാൻ പറ്റൂല. എല്ലാ കുടുംബത്തിൽ നിന്നും ഓരോ പ്രതിനിധികളുണ്ട്. അബൂജഹ്ല പറയുന്നത് എല്ലാ കുടുംബത്തിനും ഓരോ പ്രതിനിധികളുണ്ട്. അപ്പൊ നോക്കുമ്പോ എല്ലാ കുടുംബത്തിനും പ്രധാനികൾ വന്നിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, കൂട്ടായിട്ടൊരു അഭ്യർത്ഥനയാണ് നാടിന്റെ. ഇതിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അബൂ താലിബിന് കഴിഞ്ഞില്ല. അബൂ താലിബ് റസൂലുള്ള വന്നപ്പോ പറഞ്ഞു, മോനെ, അതൊരു വല്ലാത്ത വാക്കാട്ടോ. വിളിച്ചു, വളരെ രഹസ്യമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നിന്റെ ഖൗം എന്റെ അടുത്ത് വന്നിരുന്നു. അങ്ങനെയാ പറഞ്ഞത്. നിന്റെ നാട്ടുകാര് എന്റെ അടുത്ത് വന്നിരുന്നു. എല്ലാരും കൂടെ, എല്ലാ കുടുംബത്തിൽ നിന്നും പ്രതിനിധികൾ വന്നു. ഒരു വല്ലാത്ത ഭാരിച്ച കാര്യം അവരെന്നോട് നിർബന്ധിച്ചിരിക്കുന്നു. ഒന്നുകിൽ നീ ദഅവത്ത് നടത്താതെ വീട്ടിൽ ഒതുങ്ങുക, അല്ലെങ്കിൽ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുക, അല്ലെങ്കിൽ എന്നത്. അതുകൊണ്ട് പൊന്നു മോനെ, ഇപ്പൊ വാപ്പ പ്രതിരോധത്തിലാണ്. അതുകൊണ്ട് മോൻ വാപ്പാനെ വിചാരിച്ചിട്ട് മോന് വയല് പറയൽ നിർബന്ധാണോ? അപ്പൊ പറഞ്ഞു, എന്നെ റബ്ബ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം എനിക്ക് പറയാതിരിക്കാൻ പറ്റൂല ഉപ്പ. ഇത് റബ്ബ് ഏൽപ്പിച്ചതാണ്.
ആ സമയത്താണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിനോട് ഇത് പറഞ്ഞപ്പോ അബൂ താലിബ് പറഞ്ഞു, എന്നാ മോനെ അത് പറയൽ നിനക്ക് നിർബന്ധമാണെങ്കിൽ നേരം വെളുത്ത് വൈകുന്നേരം വരെ മൂത്താപ്പാനോട് പറഞ്ഞു, ഞാൻ കേട്ടോളാം. ഇത് പറഞ്ഞ വല്ലാത്തൊരു സംഭവമാണ്. മൂത്താപ്പാനോട് പറഞ്ഞോ, ഞാൻ കേട്ടോളാ, വയല് പറയാൻ പൂതിയുണ്ടെങ്കിൽ, എന്നാലും നാട്ടിലിറങ്ങി പറയല്ലേ, എന്നെ വിഷമിപ്പിക്കല്ലേ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള കാര്യം തിരിച്ചറിഞ്ഞു. അവിടുന്ന് മുത്തുനബി പറഞ്ഞു, ഉപ്പാ, അങ്ങയോട് പറഞ്ഞാൽ അങ്ങയോട് പറഞ്ഞ ബാധ്യതയെ തീരൂ. ഈ നാട്ടുകാരോട് മുഴുവൻ അള്ളാഹു ഏകനാണെന്ന് വിളിച്ചു പറയാൻ റബ്ബെന്നെ ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് അങ്ങേക്ക് വിഷമമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ ഉപ്പാ, ഇതുവരെ ഇത്രയും കാലം 40 കൊല്ലം നിങ്ങൾ എനിക്ക് അഭയം നൽകിയില്ലേ, എന്നെ സംരക്ഷിച്ചില്ലേ, ഇനി നിങ്ങൾ ഈ നാട് മുഴുവൻ എനിക്ക് തരാന്ന് പറഞ്ഞാൽ, സൂര്യനും ചന്ദ്രനും എന്റെ കയ്യിൽ വെച്ച് തരാന്ന് പറഞ്ഞാൽ, എന്റെ അർത്ഥം എന്താണ്, ലോകം മുഴുവൻ എനിക്ക് തരാന്ന് പറഞ്ഞാൽ ഈ ദൗത്യത്തിൽ നിന്ന് എനിക്ക് പിന്മാറാൻ പറ്റില്ല. അതുകൊണ്ട് ഇതുവരെ ഉപ്പ ചെയ്ത മുഴുവൻ സേവനങ്ങൾക്കും സഹകരണങ്ങൾക്കും നന്ദി, ഞാൻ പൊയ്ക്കോളാം, ഉപ്പ എന്നെ ഇറക്കി വിട്ടോളൂ, എന്റെ റബ്ബ് എന്നെ സംരക്ഷിച്ചോളും, ഞാൻ എവിടെയെങ്കിലും തെരുവിൽ പോയി കിടന്നോളാം എന്ന് പറഞ്ഞപ്പോ അബൂ താലിബ് ശരിക്ക് പ്രതിരോധത്തിലാണ്. അബൂ താലിബ് ഒന്നും മിണ്ടിയില്ല. മുത്തുനബി മനസ്സിലാക്കി, മൗനം സമ്മതം, പോകാൻ തന്നെയാണ്. മുത്തുനബി കെട്ടും ബാണ്ടവും ഒക്കെ കെട്ടി, സുബ്ഹാനല്ലാഹ്, കെട്ടും ബാണ്ടവും തോളിലിട്ട് മുത്തുനബി അവസാനം, സുബ്ഹാനല്ലാഹ്, അത് വല്ലാത്തൊരു രംഗാണ്. സ്വഹീഹ് മുസ്ലിമിലെ ആ റിപ്പോർട്ട് ഇങ്ങനെ വായിച്ച് പറയാതെ കരഞ്ഞുപോയി. അള്ളാഹുവിന്റെ റസൂൽ അവസാനമായി മുത്താപ്പയോട് യാത്ര ചോദിക്കുമ്പോ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഫസ്തഅ്ബറ റസൂലുള്ളാഹി, റസൂലുള്ള കണ്ണിൽ വെള്ളം നിറച്ചു. എന്തിനാന്നറിയോ? ഇതുവരെ ചെയ്തു കൊടുത്ത സഹകരണങ്ങൾക്ക് നന്ദി പറഞ്ഞു. കണ്ണിൽ വെള്ളം നിറച്ചു, കണ്ണീരോടെ ആ ഭാണ്ഡവുമായിട്ട് അങ്ങ് ഇറങ്ങി. ഉപ്പങ്ങനെ നോക്കിയിരിക്കുക പൂമുഖത്ത്. കണ്ണിൽ നിന്ന് മറയാ ദൂരത്തെത്തുമ്പോഴേക്ക് വിളിച്ചു, മുഹമ്മദേ, മോനെ എന്ന് വിളിച്ചപ്പോ സയ്യിദുനാ റസൂലുള്ളാഹി ഇങ്ങനെ തിരിഞ്ഞു നോക്കി. എന്തേന്ന് ചോദിച്ചു. ഇങ്ങ് വാ എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ കയറി വന്നു. കയറി വന്നപ്പോ അവിടുന്ന് പറഞ്ഞ ധീരമായ ഒരു വാക്കുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്താണത് എന്നറിയോ? റസൂലുള്ളാഹിനോട് അബൂ താലിബ് മൂത്താപ്പ പറഞ്ഞു, മോനെ, കെട്ടും പാണ്ടും ഒക്കെ അകത്ത് വെക്ക്, കെട്ടും പാണ്ടും ഒക്കെ അകത്ത് വെക്ക് പൊന്നു മോനെ. ഇറങ്ങി വയത് പറഞ്ഞടാ, വരുന്നത് എന്താന്ന് മൂത്താപ്പ നോക്കിക്കോളാ, പോയി പറയൂ. ഇതാണ് അബൂ താലിബ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതുകൊണ്ടാണ് അബൂ താലിബിന്റെ കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് ഒരു അഭിപ്രായ വ്യത്യാസം, അല്ലേ? അബൂ താലിബ് ഇങ്ങട്ട് എന്താണെന്ന് മുറിഞ്ഞാണ് പറയില്ല പണ്ഡിതന്മാര്. അബൂ താലിബിന്റെ കാര്യത്തിൽ ഇങ്ങനെ അല്ലെ ആടിങ്ങനെ നിൽക്കുകയാണ്. ചില പണ്ഡിതന്മാർ അബൂ താലിബിനെ പോലും ഇങ്ങട്ടല്ലേ റസൂലുള്ളാഹിന്റെ വാപ്പയമ്മി, അത് വേറെ, അബൂ താലിബിന്റെ കാര്യത്തിൽ പോലും എന്താണ് അബൂ താലിബിന്റെ ഹാല് എന്ന് ഉറപ്പിച്ചിട്ട് പറയാത്തോല്. കാരണം എന്താ? ഈ കോലത്തിൽ അബൂ താലിബ് റസൂലുള്ളാഹിനെ സഹായിച്ചിട്ടുണ്ട്. അത് മറക്കാൻ വയ്യ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ അബൂ താലിബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്ര കാലം വരെ സംരക്ഷിച്ചു? 50 വയസ്സുവരെ തനിക്ക് പ്രൊട്ടക്ഷൻ നൽകിയത് അബൂ താലിബാണ്. നബി തങ്ങളുടെ 50ാമത്തെ വയസ്സിൽ അബൂ താലിബ് മരണപ്പെട്ടു. അന്ന് ഇവർക്ക് വല്ലാത്ത സന്തോഷമായി. ശത്രുക്കൾക്ക് ഇനി പേടില്ലട, ഇനി നമുക്ക് കൈകാര്യം ചെയ്യാം. കാരണം അബൂ താലിബ് പോയല്ലോ, അല്ലേ? അങ്ങനെയുണ്ടല്ലോ, ആചാര കാലം കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ കോലാൽപതി. അതാണിപ്പോ സംഭവിച്ചത്. ഇനിയിപ്പോ എന്ത് ചെയ്തു? ഇനി നമുക്ക് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞു. അപ്പോഴാണ് അല്ലാഹു റസൂലുള്ളാഹിക്ക് ഹിജ്റ കൊടുത്തത്. പോകൂ നബിയെ മദീനയിലേക്ക്. 53 അല്ലെ, 2-3 കൊല്ലേ പിന്നെ അവിടെ കഷ്ടപ്പെട്ടുള്ളൂ. പോകണം മദീനയിലേക്ക് എന്ന് പറഞ്ഞു. കൊല്ലാൻ 6 പേര് യോഗവും ചേർന്നു. പോകണം നിങ്ങൾ മദീനയിലേക്ക് എന്ന് പറഞ്ഞു. അതല്ലേ മദീനയിലേക്ക് പോകാൻ പറഞ്ഞത്. അൻസാറുകൾ ജീവൻ കൊടുത്ത് മുത്തുനബിയെ സംരക്ഷിച്ചു. ഫആവാ അലം യജിദ്ക യതീമൻ ഫആവാ. എങ്ങനെയൊക്കെയാണ് റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു അഭയം നൽകിയത്? ഇതാണ് അത്ഭുതം. അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലം ഫഹദാ. അതുപോലെ തന്നെ വവജദക, നബിയെ തങ്ങളെ റബ്ബ് കണ്ടത് ഒരു യതീം കുട്ടിയായിട്ടായിരുന്നു ആദ്യം, അപ്പൊ നിങ്ങൾക്ക് അഭയം നൽകി. എന്നതുപോലെ വവജദക, നബിയെ തങ്ങളെ കണ്ടത് ളാല്ലൻ, ചെറുപ്പം മുതലേ ഒരു സത്യാന്വേഷിയായിട്ടാ തങ്ങളെ കണ്ടത്. ഖൈറ് തേടി നടക്കുന്ന, ഇൽമ് തേടി നടക്കുന്ന ഒരാളായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇവരീ ചെയ്യുന്നതൊന്നും ശരിയല്ല,
ഇവരീ ചെയ്യുന്നതൊന്നും ശരിയല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ആരാധിക്കാൻ പറ്റൂ, ബാക്കിയുള്ളതൊന്നും പറ്റില്ല. ഇത് ചെറുപ്പത്തിലെ മുത്തുനബിക്ക് ബോധമുണ്ട്. പക്ഷെ എങ്ങനെയാണ് റബ്ബ്, എന്തൊക്കെയാ റബ്ബിന്റെ വിശേഷണങ്ങൾ, എന്തൊക്കെയാണ് റബ്ബിന് ലോകത്തോട് പറയാനുള്ളത്, ഇതൊന്നും അറിയില്ല. എനിക്ക് പോകാൻ സമയമില്ലാത്തത് കൊണ്ട് അതിന്റെ അർത്ഥം ശരിക്കും ഖുർആൻ പറയുന്നുണ്ട്. നബിയെ തങ്ങൾക്ക് എന്താണ് കിതാബ്, എന്താണ് റിസാലത്ത് എന്നൊന്നും അറിയാത്ത ഒരു കാലമുണ്ടായിരുന്നു. പിന്നെ റബ്ബത് അറിയിച്ചു തന്നു. അപ്പൊ ഇതാണ് വാല്ലൻ എന്നതിന് എന്തോ നഷ്ടപ്പെട്ടു പോയ ഒന്ന് അന്വേഷിക്കുന്നയാൾ എന്നാണ് വാല് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ അർത്ഥം പറഞ്ഞത് കാണാം. വേറെയും ധാരാളം അർത്ഥങ്ങളുണ്ട്. മുത്തുനബി ഏത് ചെയ്തിരുന്നു? സഞ്ചരിക്കുന്ന സമയത്ത്, വഴിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് വഴി തെറ്റിപ്പോയ ഒരു സംഭവമുണ്ട് ചെറുപ്പത്തില്. അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാ പറയുന്നത് എന്നും മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. വവജദക ളാല്ലം ഫഹദാ. എന്നാൽ ഇതൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് മുത്തുനബിയെ പറ്റി നബി തങ്ങൾ തെറ്റ് ചെയ്യുമെന്ന് വരുത്താൻ വേണ്ടി വവജദക ളാല്ലൻ, നബിയെ തങ്ങളെ പിഴച്ചവനായി കണ്ടപ്പം ഫഹദാക, തങ്ങളെ നമ്മൾ നേർവഴിയിലാക്കി എന്ന അർത്ഥം പറയുന്നവരുണ്ട്. അത് അപകടകരമായ അർത്ഥമാണ്. മുത്തുനബിയെ വഷളാക്കാൻ വേണ്ടി കൊടുക്കുന്ന അർത്ഥമാണ്. എല്ലാവരും അതിനെ വിമർശിച്ചിട്ടുണ്ട്. ഇമാം ഫഖറുദ്ദീൻ റാസി വളരെ വ്യക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. ഒന്നുകിൽ സത്യാന്വേഷി, അങ്ങനെ ഒരു അർത്ഥമുണ്ട് ലാലിന്, അത് വളരെ ഫിറ്റാണ്. അപ്പൊ നിങ്ങൾക്ക് കിതാബും സുന്നത്തും ഒക്കെ തന്നിട്ട് നിങ്ങളെ നേർവഴിയിലേക്ക്, നിങ്ങളെ അന്വേഷിക്കുന്ന സത്യത്തിലേക്ക് തങ്ങളെ എത്തിച്ചു തന്നു. എന്നാലോ രണ്ടാമത്തെ ഒരർത്ഥം, തങ്ങള് വഴി തെറ്റി നടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ആദർശപരമായിട്ട് വഴി തെറ്റി നടക്കുക എന്നല്ല എന്റെ അർത്ഥം, വിശ്വാസപരമായിട്ട് വഴി തെറ്റുക എന്നല്ല, നേർക്ക് നേരെ വഴി തെറ്റുക എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു 5-6 വയസ്സ് പ്രായമുള്ള സമയത്ത് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി അങ്ങനെ അങ്ങോട്ട് വഴി വിട്ടുപോയൊരു രംഗമുണ്ട്. എന്നിട്ടൊരു കാട്ടിന്റെ ഉള്ളിൽ പെട്ടു. സയ്യിദുനാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ആള് കാണാനില്ലെങ്കിൽ, അങ്ങനെയാണല്ലോ നടക്കാനായ കുട്ടികളെ ഉമ്മയും ബാപ്പയും ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഇതിലെങ്കിൽ അങ്ങ് പോകും. ഇതൊക്കെ ഓരോ നിമിത്തങ്ങളാണ്, അതിൽ ചില പാഠങ്ങളുണ്ട്. അങ്ങനെ എത്തി അബൂ താലിബ്, അബ്ദുൽ മുത്തലിബ് ഓടി മകനെ അന്വേഷിച്ചു. കാണാനില്ല, കുട്ടിനെ കാണാനില്ല. ഉമ്മയും വല്ലിപ്പയും എല്ലാവരും കൂടെ അന്വേഷിക്കാൻ തുടങ്ങി. എവിടെയാ കുട്ടി എന്ന് വെച്ചിട്ട് ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അബൂ താലിബ് അന്വേഷണ സംഘങ്ങളെയൊക്കെ വിട്ടു. ആരും കണ്ടെത്തുന്നില്ല. അപ്പോഴാണ് കാട്ടിന്റെ ഉള്ളിൽ നിന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ 2 കൊള്ളിക്കഷ്ണങ്ങളുമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ അബൂജഹല് കാണുന്നത്, അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി കാണുന്നത്. അവന് അന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അവിടുന്ന് പൊക്കിയെടുത്തുന്ന, ആരിത്? അബ്ദുൽ മുത്തലിബിന്റെ യതീം കുട്ടിയോ? ചോദിച്ചത് അതാണ്. അബ്ദുൽ മുത്തലിബിന്റെ യതീം കുട്ടിയോ? എങ്ങനെയാ മോനെ നീ ഇങ്ങോട്ട് പോന്ന? ഇവരാരും കണ്ടിട്ടില്ലേ? ആരും അറിയാതെയാ നീ പോന്നത് എന്ന് ചോദിച്ച് ആ വഴിയിൽ നിന്ന് എടുത്ത് ഈ കുട്ടിയെ കൊണ്ടുവന്ന് വല്ലിപ്പനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഫഹദ, ആരായി കൊണ്ടിരുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അന്നെങ്ങാനും ഇതാണ് ഈ മുതലിന് അറിയുമെങ്കിൽ അബൂജഹൽ എന്ത് ചെയ്യും? നോക്കുങ്ങൾ, ഈ അബൂജഹലിന്റെ ഉറക്കം കെടുക്കാൻ പോകുന്ന കുട്ടിയാ. ഈ കുട്ടിനെ കൊണ്ടുവന്നത് ഏതുപോലെ? ഫിർഔൻ മൂസാ നബിനെ എടുത്ത് വളർത്തിയ പോലെ. അതേ ചിത്രമാണ്. ഫിർഔൻ മൂസാ നബി എടുത്ത് വളർത്തിയതുപോലെയാണ് ഇതിന്റെ ചിത്രം. അവിടെയാണ് വവജദക ളാല്ലം ഫഹദ, വീട്ടിലേക്ക് വഴി കാണിച്ചു തന്നു റബ്ബ്, അതും തങ്ങളുടെ ശത്രുവിന്റെ കയ്യാൽ. അന്ന് അബൂജഹൽ എടുത്തിട്ട് വാഹനത്തിന്റെ പിറകിൽ വെച്ചിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. കുട്ടിയെ പിറകിൽ വെച്ചു. ഇയാള് മുന്നിലിരുന്ന് ഇങ്ങനെ പോരുമ്പോ വാഹനം ഇത്ര അടിച്ചിട്ട് നീങ്ങുന്നില്ല. അത് അവിടെ കിടന്ന് നിരങ്ങുക, എണീസ് നടക്കൂല. അപ്പൊ ഇയാള് കുട്ടിനെ എടുത്തിട്ട് മുന്നിക്ക് വെച്ചപ്പോ വാഹനം സുഖമായിട്ട് പോന്നു. എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ പാഠം നൽകിയിട്ടുണ്ട് അബൂജഹലിന്. ഇത് നിന്റെ മുന്നേ നിൽക്കണ്ടവനാ പിന്നെ നിൽക്കണ്ടവനെല്ലാം എന്ന് അന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് പാഠം. ആ ചെറിയ കുട്ടിയുടെ ഈ സംഭവത്തിലൂടെ ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വവജദക ളാല്ലം ഫഹദ വവജദക ആയിലൻ ഫാഗന, നബിയെ തങ്ങളെ റബ്ബ് കണ്ടത് വവജദക ആയിലൻ, ഒരു പരമദരിദ്രനായിട്ടല്ലേ, പാവം മനുഷ്യനായിട്ടല്ലേ റബ്ബ് തങ്ങളെ കണ്ടിരുന്നത്. ആദ്യഘട്ടത്തിൽ ഒന്നുമില്ലായിരുന്നു തങ്ങൾക്ക് മുതല്. പക്ഷേ ഫാഗന, പിന്നെ മക്കയുടെ മദീനയുടെ രാജാവായി ഫാഗന അങ്ങേ നല്ല സമൃദ്ധനാക്കി മുതലാളിയാക്കി മാറ്റിയില്ലേ? ശരിയല്ലേ? അള്ളാന്റെ റസൂല് മക്കയുടെയും മദീനയുടെയും അധിപനായി രാജാവായി മാറിയില്ലേ? ഒന്നുമില്ലാത്ത തങ്ങള്. അത് അള്ളാഹു തന്ന ഗുണാണ്. ആദ്യം തങ്ങൾക്ക് ഒന്നുമില്ലായിരുന്നു, പിന്നെ തങ്ങൾക്ക് എല്ലാം തന്നു. വവജദക ആയിലൻ ഫാഗന. ആ ഫാഗന എന്ന് പറയുന്നത് ഈ ആയത്തിറങ്ങുന്ന സമയത്ത് മക്കയിലും മദീനയിലും രാജാവൊന്നും ആയിട്ടില്ല. ശേഷം വരാൻ പോകുന്നതാ. പക്ഷെ ഖിയാമത്ത് നാൾ വരെ പ്രസക്താണ് ഇതൊക്കെ.
ഇതൊക്കെ ആദ്യമുള്ള ആയത്തുകളുമാണ്. അതുകൊണ്ട് മുത്തുനബിന്റെ എല്ലാ കാലത്തേക്കും ഇതൊക്കെ. പക്ഷേ അന്ന് കൊടുത്തിരുന്ന ഗുണം എന്താ? ഖദീജ ബീവിയുടെ സ്വത്താ. ഖദീജ ബീവിയെ കല്യാണം കഴിച്ചു, ആ സ്വത്തിലൂടെ റസൂലുള്ളാഹി വളർന്നു. അതൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ശേഷം ഒരുപാട് സമ്പത്തുകളെ കൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വളർന്നു. കച്ചവടം നടത്തിയ നല്ല ലാഭം, അതൊക്കെ അതിന്റെ ഭാഗമായിട്ട് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുത്തുനബിയെ റബ്ബ് കൈയൊഴിക്കുകയാണെങ്കിൽ തങ്ങൾ അന്ന് കൈയൊഴിച്ചുകൂടായിരുന്നോ? തങ്ങളെ അന്ന് കൈയൊഴിക്കാത്ത റബ്ബ് ഇനി തങ്ങളെ കൈയൊഴിക്കോ? നബിയെ കൈയൊഴിച്ചിട്ടില്ല. വഹ്യ് വരും, ചിലപ്പോ ഒരു ആഴ്ച നിൽക്കും, അല്ലെങ്കിൽ ഒരു മാസം നിൽക്കും. അപ്പോഴേക്ക് ടെൻഷൻ അടിച്ചൊന്നും വേണ്ട, പിന്നെയും വരും. തങ്ങൾ വിഷമിക്കണ്ട തങ്ങളെ. അതുകൊണ്ട് തങ്ങളോട് ഇതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തരാനുള്ള നിർദ്ദേശം ഒന്നാണ്, യത്തീമായി വളർന്ന റാഹു തങ്ങൾക്ക് അഭയം നൽകിയിട്ടുണ്ടെങ്കിൽ യത്തീം കുട്ടികളെ നബിയെ തങ്ങൾ കൈയൊഴിക്കരുത് കേട്ടോ. തങ്ങൾ യത്തീമായതുകൊണ്ട് യത്തീമിന്റെ വിഷമം തങ്ങൾക്കറിയാം. അതുകൊണ്ട് യത്തീം മക്കളെ ശരിക്കും നോക്കണം കേട്ടോ തങ്ങളെ. തങ്ങൾ അത് വെച്ചിട്ട് റസൂലുള്ളാഹിനോട് അല്ലാഹു തആല ഉപദേശിക്കുന്നത് യത്തീമുകളെ സംരക്ഷിക്കുന്നതിന് വലിയ കൂലിയുണ്ട്. അത് മുത്തുനബി ശരിക്കും നിർവഹിച്ചു. സമയമല്ല, അതുകൊണ്ടാ ചുരുക്കുന്നത്. ചോദിച്ചു വരുന്നവരെ നബിയെ തങ്ങൾ ശക്തമായ ഭാഷ പ്രയോഗിച്ചുകൊണ്ട് തിരിച്ചയക്കരുത്. അവര് നേരെ അതിന്റെ അർത്ഥം പഴയ ഉസ്താമാരൊക്കെ ഒരമ്പി വിലങ്ങരുത് എന്നൊക്കെയാ പറയാം. എന്ന് പറഞ്ഞാൽ ചീത്ത പറഞ്ഞു വിടരുത്. ചോദിച്ചു വരുന്ന യാചകരെ ഒന്നും കൊടുക്കാനില്ലെങ്കിൽ നല്ല വാക്കെങ്കിലും പറഞ്ഞിട്ട് വിടണം, ചീത്ത പറഞ്ഞ് അവരെ വിടരുത്. യാചിച്ചു വരുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം നബിയെ. ചോദിച്ചു വരുന്നവർ തങ്ങൾ റബ്ബിനോട് വഴി ചോദിച്ചപ്പോൾ റബ്ബ് തങ്ങൾക്ക് വഴി കാണിച്ചു തന്നു. നബിയെ തങ്ങളോട് സത്യം ചോദിച്ചു വരുന്നത് കണ്ടപ്പോ അള്ളാഹു തങ്ങളെ സത്യത്തിലേക്ക് എത്തിച്ചു തന്നു. എന്നതുപോലെ തങ്ങളുടെ മുമ്പിൽ വരുന്ന യാചകര് എന്ത് ചോദിച്ചാലും, ഇൽമു ചോദിക്കുകയാണെങ്കിൽ ഇൽമു പറഞ്ഞു കൊടുക്കണം, സാധനം ചോദിക്കുകയാണെങ്കിൽ സാധനം കൊടുക്കണം, എല്ലാം കൊടുക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ആയത്തിറങ്ങാൻ ഒരു പ്രത്യേക സാഹചര്യവും കൂടെ. അന്ന് കുറെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കാരണങ്ങൾ ഒരായത്തിറങ്ങാനുണ്ടാവും. എല്ലാം കൂടെ അങ്ങനെ കൂടി നിൽക്കുമ്പോഴാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു യാചകൻ വന്നു. വല്ലതും തരുമോന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വന്നിട്ട് ഒരു നല്ല ഹദിയ കൊടുത്തു, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പൊ വേറൊരാള് വന്നിട്ട്, ഒരു വസ്ത്രം എന്ന് സങ്കല്പിച്ചോ, വേറൊരാള് വന്നിട്ട് ചോദിച്ചു, എനിക്ക് തരുമോ ചോദിച്ചു. ഒരു യാചകം വന്ന് കണ്ടു, റസൂൽ എടുത്താട് കൊടുത്തു. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹുവിന് വലിയ വിഷമം, കാരണം റസൂലുള്ളാഹിക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തതാണ്. അത് വേറൊരാള് വന്ന് ചോദിച്ചപ്പോ മാന്യനായ നബി കൊടുത്തു. ഉസ്മാൻ റളിയല്ലാഹു അപ്പുറത്ത് കൂടെ ചാടി പോയിട്ട് ഇയാളോട് ചോദിച്ചു, കളവ് വിൽക്കോ ചോദിച്ചു. ആ വിൽക്കും. എത്രയാ വേണ്ടത് ചോദിച്ചു. ഒരു ദിർഹം കൊടുത്തു. അതുകൊണ്ട് വാങ്ങി. ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹിക്ക് കൊടുത്തു. ഇത് അയാൾ അപ്പുറത്ത് കണ്ടിരിക്കുക, മൂപ്പരപ്പുറത്ത് കൂടെ വന്നിട്ട് ചോദിച്ചു, നബി എനിക്ക് തരുമോ ചോദിച്ചു. ഇതൊരു വല്ലാത്ത സംഭവമാണ്. റസൂലുള്ളാഹി എടുത്തു കൊടുത്തു. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു വീണ്ടും പോയി ഒരു ദിർഹമിന് വീണ്ടും അത് വാങ്ങിയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് റസൂലുള്ളാഹിക്ക് കൊടുത്തു. അയാൾ പിന്നെയും വന്നു. മൂന്നാമത്തെ തവണയും വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, അൻഷുദുക ബില്ലാഹ് അൻത സായിൽ അം താജിർ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ല, ഇപ്പൊ യാചകനാണോ അതോ കച്ചവടക്കാരനാണോ ചോദിച്ചു. ചോദിക്കാൻ പറ്റിയൊരു സ്ഥലമാണല്ലോ. തമാശയായിട്ട് ചോദിച്ചതാണ് സയ്യിദുനാ റസൂലുള്ളാഹി. കാരണം ഇയാൾ ഇങ്ങനെ വരികയാണ്, എന്നിട്ട് ഒരു ദിർഹമിന് ഇങ്ങനെ വിൽക്കുകയാണ്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, ഈ യാചകനാണോ ശരിക്കും അതോ കച്ചവടക്കാരനാണോ ചോദിച്ചു. കാരണം അത് കച്ചവടം ചെയ്യാണ് ഇയാൾ. റസൂലുള്ളാഹിനോട് വാങ്ങിയിട്ട് ഒരു ദിർഹമിന് വിൽക്കുകയാണ്. ഇത് ചോദിച്ച സമയത്ത് ആണ് ഈ ആയത്തിറങ്ങിയത് എന്ന് മഹാന്മാർ പറയുന്നു. എന്ന് പറഞ്ഞാൽ റസൂൽ തമാശയായിട്ട് ചോദിച്ചത് അയാളോട് വെറുപ്പോണ്ടല്ല, അയാൾക്ക് വീണ്ടും അത് കൊടുത്തിട്ടാ ചോദിച്ചത് എന്നാ. മൂന്നാം തവണയും കൊടുത്തിട്ടാ ചോദിച്ചത്. അപ്പോഴാണ് പറഞ്ഞു, നബിയെ തങ്ങൾ ദരിദ്രനായിരുന്നു. അപ്പൊ തങ്ങൾക്ക് ധാരാളം സമ്പത്ത് അല്ലാഹു തന്ന് തങ്ങളെ സമർത്ഥനാക്കി. ഇല്ലായ്മയിൽ നിന്ന് പൂർണ്ണ സന്തോഷത്തിലേക്കും സുഖത്തിലേക്കും വന്ന തങ്ങള് റബ്ബ് ചെയ്ത നിഅമത്ത് മറക്കരുത്, ആ നിഅമത്ത് നിങ്ങൾ വിളിച്ചു പറയണം എന്ന് പറഞ്ഞാൽ വേറുള്ളവരെ സഹായിക്കണം, പാവങ്ങൾക്ക് ആ അനുഗ്രഹങ്ങൾ നിങ്ങൾ കൊടുക്കണം, കഴിഞ്ഞു പോയ പടവുകളെ കുറിച്ച് ഓർമ്മയുണ്ടാവണം, പണ്ടത്തെ ജീവിതം മറന്നു പോകരുത്. സദഖല്ലാഹു മൗലാനൽ അദീം വസദഖ വബല്ലഗ റസൂലുഹു നബിയുൽ കരീം വനഹ്നു അലാ ദാലിക മിനശ് ഷാഹിദീന ശാകിരീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഇന്ന് നമ്മള് റബീഉൽ അവ്വൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു,
ഒരാള് പറഞ്ഞു റബീഉൽ അവ്വൽ അവസാനിച്ചില്ലെങ്കിൽ എന്ന്. കാരണം റസൂലുള്ളാഹിനെ പറ്റിയുള്ള മദ്ഹുകൾ ഇങ്ങനെ കേൾക്കുന്നതിലുള്ള സന്തോഷമാണ്. അള്ളാഹു ഈ സന്തോഷം പരലോകത്ത് മുത്തുനബിന്റെ ഒപ്പം കൂടാൻ കാരണമാക്കി തരട്ടെ. പരലോകത്ത് മുത്തുനബിയുടെ കൂടാൻ കാരണമാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ, ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ കാര്യം പറഞ്ഞ്, അതുപോലെ തന്നെ വേറെ കുറെ ആളുകൾ കിണർ ഒഴുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വെള്ളം കിട്ടാൻ പ്രത്യേകം ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു സഹോദരനാണ്. അടുത്ത് വീട് കുടിയിരുന്ന വ്യക്തിയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല റാഹത്ത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നല്ല വെള്ളം അള്ളാഹു നൽകട്ടെ. സന്തോഷമുള്ള വെള്ളം അള്ളാഹു നൽകട്ടെ. അതുപോലെ തന്നെ പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വലിയ പറമ്പത്ത് ഒരു മാഷ്, അപകടത്തിൽ കുടുങ്ങി കിടക്കുന്ന ഒരു മാഷ് ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് സന്തോഷമായിരുന്നു. നമ്മൾ ദുആ ചെയ്തിരുന്നു. ഇപ്പൊ വീണ്ടും ഒരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. സുഖം തന്നെയാണല്ലോ അല്ലെ? അൽഹംദുലില്ലാഹ് വീണ്ടും ഒരു ഓപ്പറേഷൻ ആവശ്യമായതുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അതും പൂർണ്ണ ശിഫയാക്കട്ടെ. അള്ളാഹു പൂർണ്ണ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാനുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമുക്ക് അന്തത്തത്തുരു എന്ന് ചൊല്ലിയിട്ട് അങ്ങോട്ട് ദ്വാരക്കാം. അതാ നല്ലത്. അന്തത്തത്തുരു ചൊല്ലിയിട്ട് ദുആ ചെയ്തിട്ട് വേണം പിരിയാൻ. എല്ലാവരും ആത്മാർത്ഥമായി മദീനയിലേക്ക് കൽബ് തിരിച്ച് തീർച്ചയായിട്ടും ഈ സദസ്സ് അല്ലാഹു സ്വീകരിക്കും എന്ന ഒരു ഉറപ്പോടുകൂടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവരും ഈ ദുആയിൽ പങ്കെടുക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ ഇന്ന് എല്ലാവർക്കും അറിയാലോ മീലാദ് കോൺഫറൻസ്. അതുപോലെ തന്നെ ഒരു സഹോദരൻ ഭാര്യയുടെ സോക്കേട് സുഖാകാൻ വേറൊരാള് ഭാര്യ ഉംറക്ക് പോകുന്നുണ്ട്. ഭാര്യക്ക് കാലിന് വേദന ഉണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹു പൂർണ്ണ ശിഫ നൽകട്ടെ. യാത്ര അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ. അള്ളാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം വാങ്ങി തിരിച്ചു വരുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമുക്കൊക്കെ എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹു തആല രണ്ടു ലോകത്തും നമ്മളെ വിജയികളിൽ പെടുത്തി തരണം. ഒരുപാട് ആളുകൾ വേറെയും 1000 തന്നവരുണ്ട്, 100 തന്നവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യാണ്. അള്ളാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. അതുപോലെ പലരും ദുആ ചെയ്യാൻ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ദുആ ചെയ്ത അപകടത്തിൽ പെട്ടുകിടക്കുന്ന പലരും ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്ത് നൽകട്ടെ, ശിഫാ പ്രദാനം ചെയ്യട്ടെ. അന്ത തതുലു ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഉൽ അബ്തലീൻ വൽ ഹബീബിൽ അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتغي والحبيب العربي أنت منجينا ودا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتغي والحبيب العربي ارتكبت ولخطر وعداد لك أشكو فيه يا سيدي خير النبي